അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ഫിഖ്ഹിന്റെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും കേൾക്കുകയും കൃത്യമായി ഓരോ പാഠങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുപരീക്ഷയാണ്. ഈ പ്രാവശ്യം നമുക്ക് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കിതാബുൽ ഫിഖ്ഹിൽ ആദ്യത്തെ പാഠം, ഈ അവസാന പരീക്ഷയ്ക്ക് മുഴുവൻ പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പാഠം അൽ അഹ്കാമു ശർഇയ്യ, പരിശുദ്ധമായ ദീനിന്റെ വിധികൾ. അതിനാണ് അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. ആകെ 5 വിധികളാണുള്ളത്. 1 വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല്. എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. അതിനാണ് വാജിബ് എന്ന് പറയുക. വാജിബിന്റെ മറ്റൊരു പേരാണ് ഫർള്. ഈ ഫർള് തന്നെ 2 വിധമുണ്ട്: ഫർള് ഐന്, ഫർള് കിഫായ. എന്താണ് ഫർള് ഐന് എന്ന് പറഞ്ഞാൽ? ഓരോ മുകല്ലഫിനും നിർബന്ധമായത്, ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ടത്. ഏതുപോലെ? 5 വഖത്ത് നിസ്കാരം പോലെ, റമദാനിലെ നോമ്പ് പോലെ. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുക. ഉദാഹരണം, മയ്യത്ത് നിസ്കാരം പോലെ. അപ്പോൾ ഒന്നാമത്തത് ഫർള്. ഫർളിന്റെ മറ്റൊരു പേരാണ് വാജിബ്. ഈ ഫർളിന് 2 ടൈപ്പ് ആക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു: ഫർള് ഐന്, ഫർള് കിഫായ. ഓരോന്നും എന്താണെന്ന് വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ വിധി ഹറാമ്. എന്താണ് ഹറാമ് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉദാഹരണം, മദ്യപാനം പോലെ, കള്ളുകുടി പോലെ. ഇനി മൂന്നാമത്തത് അസുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും. ഉദാഹരണം, സലാം പറയൽ. അപ്പൊ നമ്മൾ ഒരാളോട് സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. ഇനി ഒരാളോട് സലാം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കൊന്നുമില്ല. അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ഈ സുന്നത്തിന്റെ മറ്റു പേരുകൾ മൻദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്. ഇതെല്ലാം സുന്നത്തിന്റെ മറ്റു പേരുകളാണ്. ഇനി അടുത്തത് കറാഹത്ത്. എന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. അതിനാണ് കറാഹത്ത് എന്ന് പറയാ. ഉദാഹരണം, നിസ്കാരത്തിൽ തല തുറന്നിടുക. ഇനി ഹലാല് എന്ന് പറഞ്ഞാൽ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ഉദാഹരണം, നല്ല ചെരുപ്പ് ധരിക്കുക. ഈ ഹലാലിന്റെ മറ്റൊരു പേരാണ് മുബാഹ്, ജായിസ് എന്നൊക്കെ. അപ്പൊ ഒരാൾ നല്ല ചെരുപ്പ് ധരിച്ചു എന്ന് വിചാരിച്ച് അല്ലാഹു തആല അയാൾക്ക് പ്രത്യേകമായിട്ട് കൂലിയൊന്നും കൊടുക്കുന്നില്ല. ഇതാണ് ഹലാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശർഇയായ വിധികൾ എത്ര? 5. ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതൊക്കെയാണ്? മുബാഹ്, ജായിസ്. നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഓരോരുത്തരും എഴുതുക. അതുപോലെ സുന്നത്തിന് എത്ര പേരുകളുണ്ട്? 4 പേരുകളുണ്ട്. ഫർള് എത്ര വിധമാണ്? 2 വിധമാണ്. ഇനി ഓരോന്നും എന്താണ് എന്ന് വിശദമായി വിദ്യാർത്ഥികൾ എഴുതിയും വായിച്ചുമൊക്കെ അത് മനസ്സിലാക്കുക, ഉദാഹരണങ്ങൾ സഹിതം. ഇനി രണ്ടാമത്തത് അസ്സലാത്തു, നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് നിസ്കാരം. അശുദ്ധികൾ, നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിന്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും. അപ്പോൾ നിസ്കാരത്തിന്റെ സമയമായാൽ ഉടനെ നമ്മൾ നിസ്കരിക്കുക, പിന്തിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് സമയമായാൽ ഉടനെ നമ്മൾ നിസ്കരിക്കണം. എന്നാൽ ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതല്ല. മനഃപൂർവ്വം നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല, ഖളാ ആക്കാൻ പാടില്ല. ഇനി ഉറങ്ങിപ്പോയി, മറന്നുപോയി, അത് കാരണങ്ങളാണ്. അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഖളാ വീട്ടുകയാണ് വേണ്ടത്. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഒരു കാരണമില്ലാതെ നിസ്കാരം ഖളാ ആയി, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവന്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം. അപ്പോൾ ഒരാൾക്ക് കുറെ നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അവന്റെ ഏകദേശ സമയങ്ങളൊക്കെ
ആ നിസ്കാരം ഖലാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. കാരണം നിസ്കാരം എന്നുള്ളത് ഫർള് ഐനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഫർള് ഐന് അള്ളാഹുമായിട്ടുള്ള ഒരു ഇടപാടാണ്. നിർബന്ധമായും ആ ഹക്കിടപാട് നമ്മൾ തീർത്തിരിക്കണം. ആസന്നമായ നിസ്കാരത്തെക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് ഖലാ ആയ നിസ്കാരമുണ്ട്, ആ ഖലാ ആയ നിസ്കാരമുള്ള സാഹചര്യത്തിൽ ആ ഖലാഇനെയാണ് മുന്തിക്കേണ്ടത്. ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റിൽ ഉദാഹരണം ളുഹറിന്റെ സമയമായിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് സുബഹി ഖലാ ഉണ്ട്. അയാൾ ആ ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഖലാ ആയ സുബഹി നിസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് അതിന്റെ ഉദ്ദേശം. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖലാ ആയതും ഉടനെ ഖലാ വീട്ടലും ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കലും സുന്നത്താണ്. ചുരുക്കത്തിൽ ഖലാ ഉണ്ടെങ്കിൽ ആ ഖലാ ആയ നിസ്കാരമാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത്. കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും 7 വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കലും 10 വയസ്സായാൽ നിസ്കാരത്തിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പും ഇപ്രകാരം തന്നെയാണ്. 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം എന്ന് ചുരുക്കം. ഉത്തരം പറയുക. നിസ്കാരം നിർവഹിക്കണം എങ്ങനെ? വളരെ ഭക്തിയോടുകൂടെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. സർവനാശവും അവർക്കാണ്. ആർക്ക്? നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കുന്നവർക്ക്. കാരണമില്ലാതെ നിസ്കാരം ഖലാ ആയവന് വാജിബാണെന്ത്? ഉടനെ തന്നെ അത് ഖലാ വീട്ടൽ വാജിബാണ്. കുട്ടികളുടെ നോമ്പിന്റെ വിധി എന്താണ്? നിസ്കാരത്തിന്റെ വിധി പോലെ തന്നെയാണ്. 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നോമ്പ് എടുക്കുന്നില്ലെങ്കിൽ അടിക്കുക എന്നുള്ളതൊക്കെ രക്ഷിതാക്കളുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇനി ഓർമ്മിക്കുക, നിസ്കാരം വാജിബാണ് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഒക്കെ ഉള്ള എല്ലാ മുസ്ലിമിനിക്കും നിസ്കാരം നിർബന്ധമാണ്. സുബഹി നിസ്കാരം ഖലാ ആകും. അപ്പോൾ സൂര്യൻ ഉദിക്കലോടുകൂടെ സുബഹി നിസ്കാരം ഖലാ ആകും. ഇനി അടുത്തത് അദ്ദർസു സാലിസ്, 3-ാമത്തെ പാഠം അൽ മിയാഹു. വെള്ളങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വ്യത്യസ്ത തരം വെള്ളങ്ങളുണ്ട്. ഏത് തരം വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ശുദ്ധി വരുത്തേണ്ടത്, അതൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. വെള്ളം 3 വിധമാണ്. ഏതെല്ലാം? തഹൂറ്, താഹിർ, നജസ്. എന്താണ് തഹൂറ് എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും. ഇതിനാണ് തഹൂറ് എന്ന് പറയുക. മുത്തലഖായ വെള്ളം എന്നും ഈ തഹൂറിന് പേരുണ്ട്. തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കിണറിലെ വെള്ളം, കുളം, പുഴ, കടൽ, ഇവയിലൊക്കെ വെള്ളം തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി താഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഇതുപോലെ കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനനീർ വെള്ളം, ചായ, ജ്യൂസ്, ഇതൊക്കെ എന്താണ്? താഹിറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. അത് സ്വയം ശുദ്ധിയുണ്ട്, അതുകൊണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3-ാമത്തെ ഒരു വെള്ളമാണ് നജസ്. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഉദാഹരണം മൂത്രം, അതും ഒരു ടൈപ്പ് വെള്ളമാണ്, പക്ഷെ അതിന് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഇനി ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി ഒരാൾ ഒന്നു കൊടുക്കുന്നു, താഴെ ബക്കറ്റ് വെച്ച് ആ ഒന്നു എടുക്കുന്ന വെള്ളം അയാൾ കളക്ട് ചെയ്തു. പക്ഷേ ആ കളക്ട് ചെയ്ത വെള്ളത്തിനാണ് നമ്മൾ എന്ത് പറയാ? മുസ്തഅമലായ വെള്ളം എന്ന് പറയാ. മുസ്തഅമലായ വെള്ളം കൊണ്ട് പിന്നെ നമുക്ക് ഒന്നു കൊടുക്കാനൊന്നും പറ്റൂല, കാരണം ഓൾറെഡി അത് ഫർളിൽ ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ ഫർളായ ഒരു ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുക. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. അവ രണ്ടും ഒരുമിച്ചുകൂടി 2 കൊല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ തഹൂറാണ്. ഈ മുസ്തഅമലായ വെള്ളവും ഈ നജസ് കലർന്ന കുറഞ്ഞ മുതനജിസായ വെള്ളവും രണ്ടും കൂടെ ചേർന്ന് 2 കൊല്ലത്തായി. 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ലിറ്റർ അങ്ങനെ ആയി. അത് പകർച്ചയൊന്നുമില്ലെങ്കിൽ അത് തഹൂറായ വെള്ളത്തിന്റെ ഗണത്തിലേക്ക് അത് വരുന്നതാണ്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുതനജിസ് ആകും. 2 കൊല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുതനജിസ് ആവുകയുള്ളൂ. 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ ആണ് ഉദ്ദേശം. ആ 200 ലിറ്റർ താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് കലരൽ കൊണ്ട് തന്നെ ആ വെള്ളം മുതനജിസ് ആകും. എന്നാൽ ഈ 2 കൊല്ലത്തിന് അപ്പുറമുള്ള അതിനേക്കാൾ കൂടുതലുള്ള വെള്ളം നജസ് ചേരൽ കൊണ്ട് അതെന്താവൂല? മുതനജിസ് ആകൂല. മറിച്ച് അത് പകർച്ചയായാൽ, നിറമോ മണമോ ഒക്കെ വ്യത്യാസം വന്നാലേ അത് മുതനജിസ് ആവുകയുള്ളൂ. വെള്ളം എത്ര വിധമാണ്? 3 വിധം: തഹൂർ, താഹിർ, മുതനജിസ്, നജസ്. താഹിർ എന്നാൽ എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. തഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും. നജസ് എന്നാൽ നജസ് കലർന്ന വെള്ളത്തിനാണ് നജസ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ഇനി അടുത്തത് അദർസു റാബി അൻ നജാസാത്തു വ തത്ഹീറുഹ. നജസുകളും അത് ശുദ്ധിയാക്കുന്ന രൂപവും.
നജസുകൾ 3 വിധമാണ്: മുഗല്ലദ്, മുതവസ്സിത്ത്, അതുപോലെ മുഖഫഫ്. ഇങ്ങനെ 3 വിധം നജസുകളാണ്. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസിനാണ് മുഗല്ലദായ നജസ് എന്ന് പറയാം. നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇതാണ് മുഗല്ലദായ നജസ്. അവയിൽ നിന്ന് ജന്മം കൊണ്ടവ എന്ന് പറഞ്ഞാൽ ഈ നായി, പന്നി, അത് വേറെ മൃഗങ്ങളുമായി മെയ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കുട്ടികൾ, അതും മുഗല്ലദായ നജസിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഈ മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. അത് ശുദ്ധിയാക്കേണ്ടുന്ന രൂപമാണ് പറയുന്നത്. 7 തവണ കഴുകണം. അതിലൊന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് ഒരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇതാണ് മുഗല്ലദായ നജസ് ശുദ്ധിയാക്കേണ്ടുന്ന രൂപം. ഇനി അടുത്തത് മുതവസ്സിത്ത്. മുതവസ്സിത്ത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലുള്ള നജസിനാണ് മുതവസ്സിത്ത് എന്ന് പറയാം. അത് ഏതൊക്കെയാണ്? മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, മദിയ്, വദിയ്, മനുഷ്യൻ, മത്സ്യം, ജറാദ്, വെട്ടുകിളി, ഇവ അല്ലാത്തതിന്റെ ശവം. ശ്രദ്ധിക്കണേ: മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, മദിയ്, വദിയ്. മദിയ്, വദിയ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും. ഈ മദിയ്, വദിയ് ഇതെല്ലാം മുതവസ്സിത്തായ നജസിന് ഉദാഹരണമാണ്. അതേപോലെ മനുഷ്യനും മത്സ്യവും ജറാദുമല്ലാത്ത മറ്റുള്ള ജീവികളുടെ ശവം, ഇതും മുതവസ്സിത്തായ നജസിൽ പെടും. അതുപോലെ ലഹരി ദ്രാവകങ്ങൾ മുതലായവ, ഇതെല്ലാം മുതവസ്സിത്തായ നജസുകളാണ്. ഈ മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? നജസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. എങ്കിലും കഴിവിന്റെ പരമാവധി നമ്മൾ കഴുകണം. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. നമ്മുടെ ഷർട്ടിന്റെ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ മുതവസ്സിത്തായ ഏതെങ്കിലും ഒരു നജസായി എത്ര കഴുകിയിട്ടും പോകുന്നില്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ആ ഭാഗം മുറിച്ചു കളയൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് മുറിച്ചു കളയൊന്നും വേണ്ട, അല്ലാഹു തആല പുറത്തു തരും. ഇനി വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ 8 കഴുകാവതല്ല, വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉദാഹരണം, കുട്ടി മൂത്രമൊഴിച്ച ട്രൗസർ എന്ത് ചെയ്യാൻ പാടില്ല? അതിലിട്ട് കഴുകാൻ പാടില്ല. കാരണം എന്താ? ആ മുഴുവൻ വെള്ളവും അത് മുതനജിസ് ആകും. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇതിന്മേൽ ഒഴിച്ചിട്ടാണ് കഴുകേണ്ടത്. ഇനി മൂന്നാമത്തത് മുഖഫഫ്. മുഖഫഫ് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള നജസിനാണ് മുഖഫഫ് എന്ന് പറയാ. ഏതാണത്? പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ആ മുഖഫഫായ നജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? മൂത്രമായ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. ഇങ്ങനെയാണ് മുഖഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത്. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. അപ്പൊ ടൈല് പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ അത് വറ്റൂല, അവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അത് നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. ഇനി വറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നജസായത് എങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ശുദ്ധിയാക്കേണ്ടത്. അപ്പൊ 3 നജസുകൾ പറഞ്ഞു, അത് ശുദ്ധിയാക്കേണ്ടുന്ന രൂപങ്ങളും പറഞ്ഞു. നജസുകൾ എത്ര വിധമാണ്? 3. മുതവസ്സിത്ത് ഏതെല്ലാം? മലം, മൂത്രം. നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. മുഖഫഫ് ഏതാണ്? പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ്. മുഗല്ലദ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇതൊക്കെയാണ് മുഗല്ലദ്. ഇനി നജസിന്റെ രുചി നീങ്ങിയില്ലെങ്കിൽ പൊറുക്കപ്പെടും. എപ്പോൾ? അത് മുറിച്ചു കളഞ്ഞാൽ മാത്രമാണ് പരിഹാരമുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും? അത് പൊറുക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കൽ എങ്ങനെ? അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ മൂത്രം നീക്കിയ ശേഷം അവിടെ വെള്ളം ഒഴിക്കുക, എന്നിട്ടാണ് അങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്. ഇനി അടുത്തത് അദ്ദർസുൽ ഖാമിസ്, 5-ാമത്തത് മാ യുഅഫാ മിനൻ നജാസാത്തി, നജസുകളിൽ നിന്നും പൊറുക്കപ്പെടുന്നവ. ഇപ്പൊ നമ്മൾ നജസുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞല്ലോ. ഇനി പൊറുക്കപ്പെടുന്ന നജസുകൾ ഏതൊക്കെയാണ്? നദീറിന്റെ 16 വയസ്സുള്ള ജ്യേഷ്ഠൻ മുഖക്കുരു ഉണ്ടായിരുന്നു അവനിക്ക്. അത് പൊട്ടി രക്തം പുറത്തേക്ക് വന്നു. നദീർ ഉസ്താദിനോട് ചോദിച്ചു, രക്തം നജസല്ലേ? സാരമില്ല, ഉസ്താദ് മറുപടി പറഞ്ഞു. അപ്പോൾ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ഇതുപോലെ കൊതുക്, പാറ്റ, ഇതൊന്നും ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാണ്.
അവയുടെ രക്തം, അതുപോലെ ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. അപ്പൊ നമ്മുടെ മുഖത്ത് എന്തുണ്ട്? മുഖക്കുരു ഉണ്ട് ഉദാഹരണം. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടൊന്നല്ല, ഓട്ടോമാറ്റിക്കലി അത് പൊട്ടിയിട്ട് ഇങ്ങനെ രക്തം വരികയാണ്. ആ രക്തം പൊറുക്കപ്പെടുന്ന രക്തമാണ്. നേരെ മറിച്ച് നമ്മളത് മാന്തി പൊട്ടിച്ച് രക്തം വരികയാണെങ്കിൽ അത് പ്രശ്നമാണ്. അവന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾ മാന്തി പൊട്ടിച്ചിട്ടാണെങ്കിൽ കുറെ രക്തം വന്നാൽ അത് നജസായി മാറും. ഇനി സ്വയമായിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് പൊട്ടിയിട്ട് രക്തം വരികയാണെങ്കിൽ പ്രശ്നമില്ല. രണ്ടും വ്യത്യാസമുണ്ട്. അതുപോലെ തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, മുഗല്ലദല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. അപ്പൊ മുഗല്ലദൊന്നും കുറഞ്ഞതും പൊറുക്കപ്പെടൂല. വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞതും പൊറുക്കപ്പെടും. അപ്പൊ നമ്മളിങ്ങനെ സ്കൂളിലേക്ക് പോവാണ്, അപ്പോ റോഡ് സൈഡിൽ എന്തുണ്ട്? ചെറിയൊരു കുഴിയുണ്ട്, നജസാണെന്ന് അല്ലെങ്കിൽ നജസാവാൻ സാധ്യത ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതിൽ നിന്നൊരു അല്പം തെറിച്ചു, പക്ഷെ കുറഞ്ഞത് പൊറുക്കപ്പെടും. ഈ കുറവും കൂടുതലൊക്കെ എങ്ങനെയാണ് കണക്കാക്കല്? അത് പതിവനുസരിച്ചാണ്. ഇത് കുറെ ഉണ്ട്, നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ, ആ പതിവനുസരിച്ചാണ്. ഇനിയോ, മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു മലിനമാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി കണക്കാക്കണം. ആ ഒരു വസ്തുവിന് അത് കൂടുതൽ സാധ്യത ഏതിനാണ്? അത് മലിനമാവാനാണ്. പക്ഷെ ഉറപ്പില്ലെങ്കിൽ അതെന്താണ്? ശുദ്ധിയുള്ളതായി കണക്കാക്കണം. ഉദാഹരണം, കുട്ടികളുടെ വസ്ത്രം, അവരുടെ വായിൽ നിന്നൊലിക്കുന്ന കേല, അവർ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നജസ് കാണുന്നവന് അവനെ അറിയിക്കൽ നിർബന്ധമാണ്. ഒരാൾ നിസ്കരിക്കാൻ വരികയാണ്, അയാളെ ഡ്രസ്സില് ഈ പൊറുപ്പിക്കാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തവസിത്തോ അല്ലെങ്കിൽ മുഗല്ലദോ ഒക്കെ ആയ നജസുകളുണ്ട്, കുറച്ചധികം ഉണ്ട്. ഉദാഹരണം പറയാം. അങ്ങനെയാണെങ്കിൽ അത് കാണുന്ന ആൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കൽ നിർബന്ധമാണ്. എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? ഉദാഹരണം, ചോരക്കുരു, മുഖക്കുരു, അല്ലെ? അതൊക്കെ അവന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലുള്ളതും എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്നത് തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, അതുപോലെ മുഗല്ലദല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. കുട്ടികൾ ഇരിക്കുന്ന കസേര നജസോ താഹിറോ, നമ്മളവിടെ നേരത്തെ പറഞ്ഞു അത് നജസിന് സാധ്യത കൂടുതലുള്ളതാണ്. പക്ഷെ ഉറപ്പില്ലെങ്കിൽ എന്തല്ല, അത് ശുദ്ധിയുള്ളതായി കണക്കാക്കാം എന്ന് പറഞ്ഞല്ലോ. ആ ഗണത്തിലേക്ക് അത് വരും. ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കും. ഇനി അടുത്തത് അദ്ദർസു സാദിസ് അൽ വുളൂവിനെ കുറിച്ചാണ്. നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള ഒരു മാർഗമാണ് വുളൂ എന്നുള്ളത്, അല്ലെ? വുളൂ നമ്മൾ കൃത്യമായി ചെയ്യണം. അതിന് വുളൂവിന് കുറെ ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളൊക്കെ ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ വുളൂ എടുക്കേണ്ടത്. അതുപോലെ കുറെ സുന്നത്തുകൾ, അതെല്ലാം നമ്മൾ പാലിക്കണം. എന്തൊക്കെയാണ് വുളൂവിന്റെ സുന്നത്തുകൾ? അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കിബിലക്ക് മുന്നിടൽ. വുളൂവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി അഊദു ബിസ്മി, 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നൊക്കെ ചൊല്ലി മുൻകൈ രണ്ടും ഒപ്പം കഴുകുക. പിന്നെ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുക. തല മുഴുവൻ തടവൽ, വീണ്ടും വെള്ളം എടുത്ത് ചെവി രണ്ടും ഒന്നിച്ച് ഉള്ളും പുറവും തടവൽ. മുഖവും കൈകാലുകളും കയറ്റി കഴുകൽ. അതുപോലെ തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ, കൈകാൽ വിരലുകൾ വിടർത്തി കഴുകൽ, എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, എങ്കിലും വിദ്യാർത്ഥികൾ ഒരു തവണയെങ്കിലും ഇതൊക്കെ വായിക്കണം. അതുപോലെ സംസാരിക്കാതിരിക്കൽ, തുടർച്ചയായി ചെയ്യൽ, അവയവങ്ങൾ തേച്ചു കഴുകൽ, മടമ്പ്, പീളക്കുഴി മുതലായവ സൂക്ഷിച്ചു കഴുകൽ, വുളൂവിന്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ. ഇതൊക്കെ വുളൂവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ഇനി വുളൂഇന് ഉടനെ 2 കൈയും കണ്ണും മേലോട്ട് ഉയർത്തി 2 ഷഹാദത്ത് കലിമയും ദുആവും കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി പഠിച്ച ദുആയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തുടങ്ങുന്ന ദുആ. അതൊക്കെ വുളൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കലും 3-ൽ നിന്ന് ചുരുക്കലും. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. അപ്പൊ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കുക എന്ന് പറയുമ്പോൾ 4 തവണയൊക്കെ കഴുകുക, അത് കറാഹത്താണ്. അതുപോലെ 3-ൽ നിന്ന് ചുരുക്കുക, 1-2 തവണ മാത്രം കഴുകി ചുരുക്കുക, അതൊക്കെ കറാഹത്താണ്. അതുപോലെ നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. ഇനി എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ്. എല്ലാ നിസ്കാരത്തിനും വുളൂഇനും ഖുർആൻ, ഹദീസ്, ശർഈയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിനൊക്കെ, അതുപോലെ വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നാലും മരണമാസന്നമായ അവസരത്തിലൊക്കെ മിസ്വാക്ക് മുഅക്കദായ സുന്നത്താണ്. മിസ്വാക്ക് വായയെ ശുദ്ധിയാക്കും,
അവന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് മിസ്വാക്ക് ഈ അവസരങ്ങളിലൊക്കെ ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. വളരെ പുണ്യമുള്ള കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബ്. വായ ശുദ്ധിയാക്കുന്നു, അതുപോലെ അല്ലാഹുവിന് പെരുത്ത് ഇഷ്ടവുമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, തഫ്ദുലു സ്വലാത്തുല്ലതി യുസ്താഖു ലഹാ അല സ്വലാത്തില്ലതി ലാ യുസ്താഖു ലഹാ 70 ളഅഫ. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നിസ്കാരം അത് മിസ്വാക്ക് ചെയ്യാത്ത നിസ്കാരത്തെക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കൽ വളരെ പുണ്യമുള്ള കാര്യം കൂടെയാണ്. വുളൂഇന്റെ പരിപൂർണ്ണത അത് വേണം. ഏത്? സുന്നത്തുകൾ പാലിക്കണം. മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചൊല്ലണം? ഔദു വേണം, ബിസ്മി വേണം, ഷഹാദത്ത്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, ഇതൊക്കെ വേണം. കൊപ്പിളിക്കലോടൊപ്പം ചെയ്യണം എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി സീറ്റിലൊക്കെ അതിന്റെ കൂടെ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പാഠം അദ്ദർസു സാബി അദ്ദിമാ. ദിമാ എന്ന് പറഞ്ഞാൽ രക്തങ്ങളാണ്. വ്യത്യസ്ത തരം രക്തങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഹൈള്, അതുപോലെ നിഫാസ്, അതുപോലെ ഇസ്തിഹാദത്ത്. ഇങ്ങനെ 3 തരം രക്തങ്ങൾ. ഇത് സ്ത്രീകളിൽ സംഭവിക്കുന്ന രക്തമാണ്. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. ഏതൊക്കെയാണത്? ഒന്ന് ഹൈള്. ഹൈള് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തവ രക്തം. ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണിത്. ഹൈളുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം 9 ചന്ദ്രവർഷമാണ്. എന്നാൽ 9 വയസ്സ് തികയാൻ 16 ദിവസത്തിൽ താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈലായി പരിഗണിക്കപ്പെടും. അപ്പൊ ഹൈല് എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന രക്തം. അത് പുറപ്പെടാവുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം എപ്പോഴാണ്? 9 വയസ്സ്. ആ കണക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവണം. അതുപോലെ ഹൈലിന്റെ ചുരുങ്ങിയ സമയം 1 ദിവസമാണ്. സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. അതുകൊണ്ട് തന്നെ 2 ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി കുറഞ്ഞത് 15 ദിവസമാണ്, കൂടിയാൽ എത്രയുമാവാം. കുറഞ്ഞത് 15 ദിവസം, കൂടിയാൽ എത്രയുമാവാം. ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത്. അതിനുശേഷം പുറപ്പെട്ടാൽ അത് ഹൈവാണ്. നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡ്. സാധാരണ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. അത് കാരണമായി നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. നേരത്തെ പറഞ്ഞ ഹൈലിന്റെയും നിഫാസിന്റെയും അവസരത്തിൽ സ്ത്രീകൾ നിസ്കരിക്കേണ്ടതില്ല. അതുപോലെ ഖുർആൻ തൊടാൻ പാടില്ല. അങ്ങനെ പല വിഷയങ്ങളും അവർക്ക് നിഷിദ്ധമാണ്. എന്നാൽ ഇസ്തിഹാദത്തിന്റെ സമയത്ത് നിസ്കാരമോ നോമ്പോ അവളെ തൊട്ട് ഒഴിവാകുന്നില്ല. ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, മുസ്ഹഫ് തൊടൽ, ചുമക്കൽ, ഖുർആൻ ഓതൽ, പള്ളിയിൽ താമസിക്കൽ, സംയോഗം, മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരൽ മുതലായവയും അവരെ തലാക്ക് ചെല്ലലും ഹറാമാണ്. ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തലാക്ക് ചെല്ലൽ ഹറാമാണ്, പാടില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ തവാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം. അപ്പൊ തവാഫ് അല്ലാത്ത മറ്റു കർമ്മങ്ങളൊക്കെ ഈ ഹജ്ജിന് ഇഹ്റാം ചെയ്തതിനു ശേഷം ഇതുപോലെ ഹൈദ് നിഫാസോ ഉണ്ടായാൽ തവാഫ് അല്ലാത്ത മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. ഹൈദ് എന്നാൽ എന്ത് നമ്മൾ പറഞ്ഞു, നിഫാസ് എന്നാൽ എന്ത് പറഞ്ഞു, ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് പറഞ്ഞു. വിദ്യാർത്ഥികൾ വീണ്ടും ആവർത്തിച്ചു വായിക്കുക. ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ എന്ത് ചെയ്യണം? തവാഫ് അല്ലാത്ത മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. ഹൈദിന്റെ ചുരുങ്ങിയ പ്രായം എത്ര? 9. ഇനി ചുരുങ്ങിയ സമയം, കൂടിയ സമയം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ കണക്കുകളൊക്കെ ശ്രദ്ധയോടുകൂടെ പഠിക്കുക. ഇനി അടുത്തത് അദ്ദർസു സാമിൻ അത്തയമ്മും. തയമ്മുമിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം വുളൂഇന് അതുപോലെ കുളിക്ക് ഒക്കെ പകരമായി നിൽക്കുന്നതാണ് തയമ്മും. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സാഹചര്യം, ഇങ്ങനത്തെ സാഹചര്യത്തിൽ വുളൂഇനും കുളിക്കൊക്കെ പകരമായി നാം ചെയ്യേണ്ടത് തയമ്മുമാണ്. അത് വാജിബാണ്. വെള്ളം ഉപയോഗിക്കാൻ കഴിയൂല അല്ലെങ്കിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്യാതെ നിസ്കരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജുഇലത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദ വജുഇലത് തുർബതുഹാ ലനാ തഹൂറാ ഇദാ ലം നജിദിൽ മാഅ. ഈ ഭൂമി മുഴുവനും എന്താണ്? കുല്ലുഹാ മസ്ജിദൻ, മുഴുവനും പള്ളിയാണ്. എവിടെ വെച്ച് നമുക്ക് നിസ്കരിക്കാം, പ്രശ്നമില്ല. ഈ ഭൂമിയിലുള്ള മുഴുവൻ മണ്ണും അത് തഹൂറാണ്. അപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ആ മണ്ണ് ഉപയോഗിച്ച് തയമ്മും ചെയ്ത് നിസ്കരിക്കണം എന്ന് ചുരുക്കം. തയമ്മും സഹീഹാകാൻ 4 ഷർത്തുകളുണ്ട്. ഒന്നെന്താ? സമയമാവുക. അപ്പൊ വുളൂഇന്റെ പോലെയല്ല. വുളൂ നമുക്ക് നേരത്തെ എടുത്ത് വെക്കാം, പ്രശ്നമല്ല. എന്നിട്ട് സമയമായതിനു ശേഷം നിസ്കരിച്ചാൽ മതി. പക്ഷെ തയമ്മുമിന് സമയമായതിനു ശേഷമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. സമയം നിർണയിക്കപ്പെട്ട നിസ്കാരത്തിന് മാത്രമാണ് ഈ ഷർത്ത്. പിന്നെ രണ്ടാമത്തത് തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്? നല്ല ശുദ്ധിയുള്ള പൊടിമണ്ണ് കൊണ്ട്.
ഇനിയോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കണം. വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നതോടുകൂടെ മണ്ണ് ഉപയോഗിച്ച് തയമ്മും ചെയ്യാൻ പാടില്ല. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കണം. ഇനിയോ തയമ്മുമിന്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. വല്ല നജസുകളും ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പോ തയമ്മുമിന്റെ ഷർത്തുകൾ 4. ഇനി ഫർളുകൾ എത്രണ്ണ? 6. ഒന്ന് നിയ്യത്ത്. എന്താ നിയ്യത്ത്? ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതണം. ഇപ്രകാരം നിയ്യത്ത് ചെയ്താൽ ഫർള് നിസ്കാരവും സുന്നത്തും മയ്യത്ത് നിസ്കാരവും എല്ലാം നിർവഹിക്കാം. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാവുകയില്ല. പിന്നെ മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുകയും മുഖം തടവുന്നത് വരെ അത് മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം. മൂന്നാമത്തത് മുഖം തടവൽ, പിന്നെ 2 കൈയും മുട്ടുൾപ്പെടെ തടവൽ, തർത്തീബ് 2 അടി കൊണ്ടായിരിക്കൽ. അപ്പോ ഈ തയമ്മുമിന്റെ പ്രാക്ടിക്കലി രൂപങ്ങളൊക്കെ ഉസ്താദുമാർ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടെ പ്രാക്ടിക്കലി ചെയ്യുക. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇനി ഒരു തയമ്മും കൊണ്ട് ഫർള് 1 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർള്, കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം. അപ്പോൾ ഒരു തയമ്മും കൊണ്ട് ഒരൊറ്റ ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയും നിസ്കരിക്കാം. 2ാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ വാജിബാണ്. നമ്മൾ തയമ്മും ചെയ്യുന്ന സമയത്ത് 1ാമത്തെ അടി മുഖത്തിന് വേണ്ടിയും 2ാമത്തെ അടി 2 കൈകൾക്കും വേണ്ടിയാണ്. അപ്പൊ കയ്യിൽ മോതിരം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിവെക്കൽ നിർബന്ധമാണ്. നമ്മൾ ഒന്നു കൊടുക്കുന്ന സമയത്ത് മോതിരം അനക്കി കൊടുക്കണം, കാരണം ആ ഭാഗത്തേക്ക് വെള്ളം എത്താൻ വേണ്ടി. അതുപോലെ മോതിരം ഇവിടെ ഊരിവെക്കൽ നിർബന്ധമാണ്. മുറിവുകൾക്ക് തയമ്മും ചെയ്യുമ്പോൾ മുറിവില്ലാത്ത സ്ഥലം പരമാവധി കഴുകണം. നീക്കൽ പ്രയാസമായ മറയുണ്ടെങ്കിൽ അതിന്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും വേണം. ഒരാളെ കൈയൊടിഞ്ഞു അല്ലെങ്കിൽ കാലിലൊക്കെ മുറിവ് പറ്റി കെട്ടിയിട്ടുണ്ട് നമ്മൾ ഓതുകൊടുക്കുന്ന അവയവങ്ങളിൽ പെട്ട ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴുകുക, പരമാവധി കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നീക്കൽ പ്രയാസമായ മറയുണ്ടെങ്കിൽ അതിന്റെ മീതെ വെള്ളം കൊണ്ടിങ്ങനെ തടവുകയും വേണം. ഒരു അവയവത്തിന്റെ കഴുകലും തയമ്മും ചെയ്യലും കഴിഞ്ഞിട്ടേ അതിനുശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓതുകൊടുക്കുന്ന സമയത്ത് കയ്യിൽ മുറിവുണ്ട്, അവിടെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല രൂപത്തിൽ കഴുകി ആ ഭാഗത്തിന് വേണ്ടി തയമ്മും എടുക്കുക. അതിനുശേഷമാണ് അതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ കഴുകേണ്ടത് എന്ന് ചുരുക്കം. മുറിവുള്ള ഓരോ അവയവത്തിന് വേണ്ടിയും ഓരോ തയമ്മും ചെയ്യണം. 2 കൈയും 2 കാലും ഒരേ അവയവമായാണ് പരിഗണിക്കുക. അപ്പൊ 2 കൈയിലും മുറിവുണ്ടെങ്കിൽ അത് ഒരു തയമ്മും മതി, കാരണം അത് രണ്ടും ഒന്നായിട്ടാണ് പരിഗണിക്കുക. ആദ്യത്തിൽ ബിസ്മി ചൊല്ലലും മുഖം മേൽഭാഗം മുതൽ കൈവിരലുകളുടെ തല മുതലും തടവൽ ആരംഭിക്കലും തുടരെ ചെയ്യലും ഇതൊക്കെ സുന്നത്താണ്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട്, മുർത്തദാവൽ കൊണ്ട്, വെള്ളമില്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും, വെള്ളം ലഭിക്കൽ കൊണ്ട് ഇതുകൊണ്ടൊക്കെ തയമ്മും ബാത്തിലാകും. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? തയമ്മും ബാത്തിലാകും. അതിനു പുറമെ മുർത്തദാവൽ കൊണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ കൊണ്ട് തയമ്മും ബാത്തിലാകും. അതുപോലെ വെള്ളമില്ലാത്ത സാഹചര്യത്തിനാണ് ഒരാൾ തയമ്മും ചെയ്തത്, പക്ഷേ തയമ്മും ചെയ്തതിന് ശേഷം വെള്ളം കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ ചെയ്ത തയമ്മും ബാത്തിലാകും. ഇനി ഉത്തരം പറയുക. തയമ്മും എന്തിനു പകരമാണ്? വുളൂഇനും കുളിക്കും പകരമാണ്. തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം? നമ്മൾ 4 ഷർത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കുക. സമയമാവണം, തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കണം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കണം, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കണം. ഇതൊക്കെ ഷർത്തുകളിൽ പെട്ടതാണ്. ഇനി തയമ്മുമിന് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അതും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കണം. പിന്നെ മോതിരം ഊരണം. എപ്പോൾ? 2ാമത്തെ അടിക്ക് മോതിരം ഊരണം. ഒരു തയമ്മും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? ഒരു ഫർള് നിസ്കരിക്കാം, സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം. മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യണം? നമ്മൾ മുറിവില്ലാത്ത ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? പരമാവധി കഴുകണം. എന്നിട്ട് നീക്കാൻ പറ്റാത്ത മറയുള്ളതാണെങ്കിൽ ആ മറയുടെ മുകളിലായിട്ട് വെള്ളം കൊണ്ട് തടവുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ 2 കൈയിലും 2 കാലിലും മുറിവുള്ളവൻ എത്ര തയമ്മും ചെയ്യണം? 2 കൈയിലും 2 കാലിലും മുറിവുണ്ടെങ്കിൽ 2 തയമ്മും ചെയ്താൽ മതി. കാരണം 2 കാലും 2 കൈയും ഒരു അവയവമായിട്ടാണ്. 2 കൈ ഒരു അവയവമായിട്ടും 2 കാല് ഒരു അവയവമായിട്ടുമാണ് പരിഗണിക്കുക. അപ്പോൾ 2 തയമ്മുമാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ പാഠങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദർസു താസി അൽ അദാനു വൽ ഇഖാമത്തു, ബാങ്കും ഇഖാമത്തും. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് പുരുഷന് ബാങ്ക് ഇഖാമത്തൊക്കെ സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഈ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിന് ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി, എല്ലാവരും കൂടെ വിളിക്കേണ്ട ആവശ്യമില്ല. ഉത്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളിൽ നിന്ന് ഒരാള് എന്ത് ചെയ്യുക? ബാങ്ക് വിളിക്കട്ടെ എന്ന് മുത്തുനബി പറഞ്ഞു.
ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ഒരാളെയെങ്കിലും കേൾപ്പിക്കണം. ഖളാ ആയ പല നിസ്കാരങ്ങൾ തുടർച്ചയായി നിർവഹിക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിന് ബാങ്കും ഇഖാമത്തും, മറ്റുള്ളവർക്ക് ഇഖാമത്ത് മാത്രവുമാണ് സുന്നത്ത്. അപ്പോ ഒരാൾക്കൊരു 3 നിസ്കാരം ഖളാ ഉണ്ട്, അയാൾ ആ 3 നിസ്കാരവും ഒരുമിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ നിസ്കാരത്തിന് മുമ്പ് ബാങ്കും ഇഖാമത്തും കൊടുക്കുക, പിന്നെയുള്ള നിസ്കാരങ്ങൾക്ക് ഇഖാമത്ത് മാത്രം കൊടുക്കുക. അതാണ് സുന്നത്ത്. സുബഹ്, ജുമുഅ എന്നിവയ്ക്ക് 2 ബാങ്ക് സുന്നത്തുണ്ട്. ഇനി സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്സലാത്ത് ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. തറാവീഹ് പോലെ, അതുപോലെ പെരുന്നാൾ നിസ്കാരം, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. അതിന്റെ മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല, മറിച്ച് അസ്സലാത്ത് ജാമിഅ എന്ന് വിളിച്ചു പറയലാണ് സുന്നത്ത്. മുസ്ലിമാവുക, വകതിരിവുള്ളവനാവുക, സമയമാവണം, പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക, തർത്തീബാക്കുക, ജമാഅത്തിനാണെങ്കിൽ ജഹറാക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കയാക്കുക മുതലായവ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകളാണ്. ഇനിയും ശുദ്ധി ഉണ്ടാവുക, നിൽക്കുക, കിബ്ലക്ക് മുന്നിടുക, ഹയ്യ അല സലാ എന്നൊക്കെ പറയുമ്പോൾ വലതു ഭാഗത്തേക്കും, ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കൽ മുതലായവ ബാങ്കിലും ഇഖാമത്തിലൊക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന സുന്നത്താണ്. ബാങ്കിൽ 2 കലിമത്ത് ഷഹാദത്ത് ഉച്ചത്തിൽ പറയും മുമ്പ് പതുക്കെ 2 പ്രാവശ്യം പറയലും, എന്ന് വെച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയുന്നതിന് മുമ്പ് പതുക്കെ അത് പറയൽ സുന്നത്തുണ്ട്. അതുപോലെ സുബഹിന്റെ ബാങ്കിൽ ഹയ്യാലകൾക്ക് ശേഷം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 പ്രാവശ്യം പറയലും സുന്നത്താണ്. ബാങ്കൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നമുക്ക് ഓർമ്മയുള്ള വിഷയങ്ങൾ കൂടെയാണ്. ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ്. എന്നാൽ ഹയ്യാൽ അസ്സലാ, ഹയ്യാൽ ഫലാ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. ഇഖാമത്തിലെ ഖദ് ഖാമത്ത് സലാ എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സാലിഹി അഹ്ലിഹാ എന്നും, അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് സുബഹി ബാങ്കിൽ കേൾക്കുമ്പോൾ അതിന് മറുപടിയായി സദഖത വ ബരിർത എന്നുമൊക്കെയാണ് നമ്മൾ ജവാബ് കൊടുക്കേണ്ടത്, റീപ്ലൈ കൊടുക്കേണ്ടത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തും സലാമും ഒക്കെ ചൊല്ലൽ സുന്നത്താണ്. അവ രണ്ടിന്റെയും ശേഷം അവ കൊടുത്തവർക്കും കേട്ടവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലലും ദുആഉം സുന്നത്താണ്. ഈ ദുആ ഒക്കെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് തുടങ്ങുന്ന ബാങ്കിന് ശേഷമുള്ള ദുആഉം ഒക്കെ ചൊല്ലൽ സുന്നത്താണ്. ഇനി തക്ബീറുകളുടെ റായിന് സുക്കൂന് ചെയ്യലും ബാങ്കിന്റെ അല്ലാഹു അക്ബർ എന്നിങ്ങനെ റായിനിക്ക് സുക്കൂന് ചെയ്യലും സുന്നത്താണ്. അതുപോലെ ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായും ഇഖാമത്തിന്റെ പദങ്ങൾ 2 എണ്ണം ചേർത്തും പറയൽ സുന്നത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ഓരോ പദമായിട്ടും. ഇനി ഇഖാമത്താണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ ചേർത്തി പറയലും സുന്നത്താണ്. ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള നിസ്കാരം ഏതാണ്? 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾ, അത് ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. ഒരാളെയെങ്കിലും കേൾപ്പിക്കേണ്ട ബാങ്ക് ഏതാണ്? ജമാഅത്ത് നിസ്കാരത്തിനാണ് ഒരാളെയെങ്കിലും കേൾപ്പിക്കേണ്ടുന്ന ബാങ്ക് കൊടുക്കേണ്ടത്. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ജുമുഅ, അതുപോലെ സുബഹി. ഇഖാമത്തിന്റെ 2 കലിമത്ത് ഏതൊക്കെയാണ്? ഖദ് ഖാമത്തി സലാ എന്നുള്ളത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് സുന്നത്തായവ എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക. ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളവർ സ്ത്രീകളാണ്. ബാങ്കിന്റെ ശേഷമുള്ള ദുആ അത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്നുള്ളത് അത് സുന്നത്താണ്. ബാങ്കിന്റെ സുന്നത്തുകൾ നമ്മൾ കുറെ പറഞ്ഞു. ഇവിടെ മുസ്ലിം ആവണം, കിബിലക്ക് മുന്നിടണം, ശുദ്ധി ഉണ്ടാവുക, നിൽക്കുക, കിബിലക്ക് മുന്നിടുക, ഹയ്യാൽ അസ്സലാ എന്നൊക്കെ പറയുമ്പോൾ വലതു ഭാഗത്തേക്ക് തിരിയുക, ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോൾ ഇടതു ഭാഗത്തേക്ക് തിരിക്കുക. ഇതൊക്കെ ബാങ്കിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി അടുത്ത പാഠം അദ്റസുൽ ആഷിർ അർക്കാനു സ്വലാത്തി വ സുനനുഹ, നിസ്കാരത്തിന്റെ ഫർളുകളും സുന്നത്തുകളും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പാഠങ്ങളിലായിട്ട് നിസ്കാരത്തിന്റെ 14 ഫർളുകൾ പറയാണ്. നിസ്കാരത്തിന്റെ ഫർളുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. ഈ ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. അങ്ങനെ 14 ഫർളുകളാണ് ആകെയുള്ളത്. ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത്. ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത്. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ്. അവർ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു എന്നും, ഇന്ന നിസ്കാരം ഏത് നിസ്കാരമാണെങ്കിൽ അത്, അതുപോലെ ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ്. ഇനി മുത്തലക്കല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും കരുതണം. ഉദാഹരണം, ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, ഏത് നിസ്കാരമാണ് എന്ന് നിജപ്പെടുത്തണം. മുത്തലക്കായ സുന്നത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. നമ്മൾ വെറുതെ സുന്നത്ത് നിസ്കരിക്കാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും.
ഇനി റക്അത്തുകളുടെ എണ്ണം. അപ്പോൾ ഒരു നിയ്യത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫർള് എന്നും കരുതൽ നിർബന്ധമാണ്. പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? റക്അത്തുകളുടെ എണ്ണം എത്ര റക്അത്താണ്, അതുപോലെ അദാ ആയാണോ ഖളാ ആയാണോ അത് പറയലും, അതുപോലെ കിബിലക്ക് മുന്നിട്ട് എന്നൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്നൊക്കെ കരുതൽ നിയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി ഇവിടെ പൂർണ്ണമായ നിയ്യത്തുകൾ പറയുന്നുണ്ട്. ഉസല്ലി ഫർള സുബ്ഹി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. അവിടെ ഉസല്ലി ഫർള സുബ്ഹി അതാണ് അത്രയും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ബാക്കി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല എന്നൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇവിടെ തന്ന നിയ്യത്തുകളിൽ പൂർണ്ണമായ നിയ്യത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതും. സുന്നത്ത് നിസ്കാരത്തിന്റെയും ഒക്കെ നിയ്യത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക. അർക്കാനു സലാത്ത് എന്നാൽ എന്താണ്? നമ്മൾ പറഞ്ഞു നിസ്കാരത്തിൽപ്പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങൾക്കാണ് അർക്കാനു സലാത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര? 14 ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകുന്ന നിസ്കാരം അത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ്. നിയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം? ഖിബ്ലയിലേക്ക് മുന്നിടുന്നു, ഇത്ര റക്അത്ത്, അതുപോലെ അല്ലാഹുവിന് വേണ്ടി എന്നൊക്കെ നിയ്യത്തിൽ കരുതൽ സുന്നത്താണ്. നിയ്യത്തിൽ 3 കാര്യം വാജിബായ നിസ്കാരം ഏതാകുന്നു? നിയ്യത്തിൽ 3 കാര്യം വാജിബായ നിസ്കാരം അതേതാണ്? ഫർള് നിസ്കാരം. ഉസല്ലി ഫർള എന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരം എന്നും ഫർള് എന്നും കരുതൽ നിർബന്ധമായ അത് വാജിബായത് അത് ഏതിലാണ്? ഫർള് നിസ്കാരത്തിലാണ്. ഇനി രണ്ടാമത്തെ ഫർള് ഏതാണ്? ഒന്നാമത്തെ ഫർള് നമ്മൾ നിയ്യത്ത് പറഞ്ഞു. ഇനി രണ്ടാമത്തത് നിയ്യത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. തക്ബീറോടുകൂടെ 2 മുൻകൈയും ഇരു ചുമലുകൾക്ക് നേരെ ഉയർത്തുക. തക്ബീറിന് ശേഷം അവ രണ്ടും താഴ്ത്തി വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതയും വെക്കുക. ഇവ സുന്നത്താണ്. റുക്കൂയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോഴും ഇപ്രകാരം കൈ രണ്ടും ഉയർത്തൽ സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിൽ കൈ ഉയർത്തൽ സുന്നത്തായ 4 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണേത്? നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ്. അതുപോലെ റുക്കൂയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കൂയിലേക്ക് പോവുമല്ലോ, ആ സമയത്തും കൈ ഉയർത്തൽ സുന്നത്താണ്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും സുന്നത്താണ്. അതുപോലെ ഒന്നാമത്തെ തഹിയാത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ 3ാമത്തെ റക്അത്തിലേക്ക് വരുമല്ലോ, ആ സമയത്തും കൈ ഉയർത്തൽ സുന്നത്താണ്. ഇനി 3ാമത്തെ ഫർള് ഖിയാം. നിൽക്കാൻ കഴിവുള്ളവൻ നിർബന്ധമായും ഫർള് നിസ്കാരത്തിൽ നിൽക്കണം. കഴിയാത്തവർ ഇരിക്കണം, അതിനും കഴിയാത്തവർ ചെരിഞ്ഞു കിടക്കണം, അതിനും കഴിയാത്തവർ മലർന്നു കിടക്കണം. ഇനി നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടും, ചെരിഞ്ഞു കിടക്കുന്നവർ മുഖം, ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ടും, മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും കിബിലക്ക് മുന്നിടണം. അപ്പൊ മലർന്നു കിടക്കുന്നവർ മുഖം കിബിലയിലേക്ക് ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? തലയിണ പോലെയുള്ളത് വെക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അപ്പോഴാണ് മുഖം കിബിലയിലേക്ക് തിരിയുള്ളൂ. ഇനി കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. വലതു ഭാഗത്തിന്റെ മേലാണ് ചെരിഞ്ഞു കിടക്കേണ്ടത്. ഇനി കാരണം ഉണ്ടെങ്കിൽ ഇടതുഭാഗത്തിന്റെ മേൽ കിടക്കാൻ പ്രശ്നമില്ല. ഫർള് അല്ലാത്ത നിസ്കാരം നിൽക്കാൻ കഴിയുന്നവർക്കും ഇരുന്നും ചെരിഞ്ഞും കിടന്നൊക്കെ നിസ്കരിക്കാം. പക്ഷെ ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കൽ നിർബന്ധമാണ്. എന്നാൽ പ്രതിഫലം പകുതിയായി കുറയും. അപ്പൊ നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഒരാൾ ഇരുന്നാൽ പ്രതിഫലം കുറച്ച് കുറയും. നൃത്തത്തിൽ കാലുകൾ ഒരു ചാൺ വിടർത്തി വെക്കൽ സുന്നത്താണ്. ചേർത്തു വെക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലൊക്കെ കറാഹത്താണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ 2 കാലുകൾക്കിടയിൽ ഒരു ചാണിന്റെ അകലം ഉണ്ടായിരിക്കണം, അത് സുന്നത്താണ്. ഒരു കാല് കുറച്ച് ഫ്രണ്ടിലും ഒരു കാല് ബാക്കിലും അങ്ങനെ നിസ്കരിക്കൽ, അങ്ങനെ നിൽക്കൽ കറാഹത്താണ്. അതുപോലെ വേറെ ചുമരിലേക്കോ മറ്റോ ചാരി നിൽക്കൽ അതും കറാഹത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ സുന്നത്താണ് എന്ത്? നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു, തക്ബീറോടുകൂടെ 2 മുൻകൈയും ഇരു ചുമലുകൾക്ക് നേരെ ഉയർത്തുക. അതിനുശേഷം തക്ബീറിന് ശേഷം അവ രണ്ടും താഴ്ത്തി വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതയും വെക്കുക. ഇതൊക്കെ സുന്നത്താണ്. പിന്നെ കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ്. എപ്പോൾ? 4 സമയങ്ങളിൽ സുന്നത്താണ്. നമ്മൾ ഓൾറെഡി അത് വിശദീകരിച്ചിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ റുക്കൂയിലേക്ക് പോകുമ്പോൾ, റുക്കൂയിൽ നിന്ന് വരുമ്പോൾ, 1ാമത്തെ തഹിയാത്തിന് ശേഷം 3ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ. നിൽക്കൽ ഫർളാണ്. ആർക്ക്? ഏത് നിസ്കാരത്തിൽ? നിൽക്കാൻ കഴിവുള്ളവർ നിർബന്ധമായും ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ്. ഇനി അടുത്തത് മുഖം കൊണ്ട് കിബിലക്ക് മുന്നിടണം. ആര്? നമ്മളിവിടെ പറഞ്ഞു മലർന്നു കിടക്കുന്നവന്, അതുപോലെ ചെരിഞ്ഞു കിടക്കുന്നവരൊക്കെ മുഖം കൊണ്ട് കിബിലയിലേക്ക് മുന്നിടണം. പിന്നെ ചെരിഞ്ഞു കിടക്കുന്നവർ കിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? മുഖം കൊണ്ടും അതുപോലെ അവന്റെ ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ടും ആണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത്. ഇനി നൃത്തത്തിൽ കറാഹത്താണ് എന്തെല്ലാം? നിൽക്കുന്ന സമയത്ത് ചാരി നിൽക്കല്, അതുപോലെ ഒരു കാല് ഫ്രണ്ടിലും ഒരു കാല് ബാക്കിലും ഒക്കെ ആയി നിൽക്കൽ ഒക്കെ കറാഹത്താണ്. സുന്നത്ത് നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവന് മലർന്നു കിടന്ന് നിസ്കരിക്കാമോ? പറ്റും.
ഇനി അടുത്തത് 12ാമത്തെ പാഠം ഫാത്തിഹ ഓതൽ. നിസ്കാരത്തിലെ 4ാമത്തെ റുക്ന് ഫർള്. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്ക് വിട്ടുവീഴ്ചയുണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയിലുള്ള ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ച, ഇതെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. ഫാത്തിഹയുടെ മുമ്പ് അഊദു, അതിനു മുമ്പ് 1ാം റക്അത്തിൽ വജ്ജഹത്തു, അതുപോലെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക. ഓരോ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. ഇതെല്ലാം സുന്നത്താണ്. ഫാത്തിഹ, മറ്റു കൗലിയായ ഫർളുകൾ എന്നിവ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ സ്വശരീരമെങ്കിലും കേൾക്കുന്ന രൂപത്തിലായിരിക്കണം ഓതേണ്ടത്. ഇനിയോ വെള്ളിയാഴ്ച രാവ് ഇശായിലും ജുമുഅയിലും സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ, അല്ലെങ്കിൽ സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാഷിയ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഇതൊക്കെയാണ് ഓതേണ്ടത്. വെള്ളിയാഴ്ച സുബഹിയിലോ സജദയാണ്, അതുപോലെ സൂറത്തുൽ ദഹ്ർ, ഹൽ അതാ അലൽ ഇൻസാൻ എന്നുള്ള സൂറത്തൊക്കെയാണ് ഓതൽ സുന്നത്ത്. വെള്ളിയാഴ്ച രാവ് മഗ്രിബിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള കാഫിറൂൻ സൂറത്തും ഖുൽ ഹുവല്ലയുമാണ് ഓതേണ്ടത്. ഇനി ഫാത്തിഹയുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റുകൾ കൊണ്ടുവരികയോ കാരണമില്ലാതെ ദീർഘമായി മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. അപ്പൊ ഫാത്തിഹക്ക് ഒരു തർത്തീബും മുവാലാത്തൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് ഓതണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനിടക്ക് മറ്റു ദിക്റുകളൊക്കെ കൊണ്ടുവന്നാൽ ഫാത്തിഹ മടക്കൽ നിർബന്ധമാണ്. അതുപോലെ ഇപ്പോ ബിസ്മി ചൊല്ലിയിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് അൽഹംദു ചൊല്ലുന്നത്, അപ്പൊ കുറെ ഗ്യാപ്പ് വന്നു, അങ്ങനെയാണെങ്കിലും ഫാത്തിഹ മടക്കണം. ഇനി അടുത്തത് ഉത്തരം പറയുക. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ആര്? ഇമാമിന്റെ കൂടെ തുടക്കം മുതലേ ഉള്ള ആള് എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഇനി ലൈറ്റായി വന്ന് ഇമാമിന്റെ കൂടെ ഫാത്തിഹ കിട്ടാത്ത ആളുകൾക്ക് വിട്ടുവീഴ്ചയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഫാത്തിഹയിൽ എന്തെല്ലാം സൂക്ഷിക്കണം? ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയിലുള്ള ഷദ്ദുകൾ, മദ്ദുകൾ, മഖ്റജുകൾ, ഹർഫുകൾ, തർത്തീബ്, മുവാലാത്ത്, ഇതെല്ലാം സൂക്ഷിക്കണം. ഫാത്തിഹയുടെ മുമ്പ് സുന്നത്താണ് എന്തെല്ലാം? അഊദു ഓതൽ സുന്നത്താണ്. 1ാമത്തെ റക്അത്താണെങ്കിൽ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. സൂറത്ത് ഓതൽ സുന്നത്തുള്ള റക്അത്തുകൾ ഏത്? സൂറത്ത് ഓതൽ സുന്നത്തുള്ള റക്അത്തുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ 2 റക്അത്തുകളിലാണ് സൂറത്ത് ഓതൽ സുന്നത്തുള്ളത്. ഫാത്തിഹയിൽ സുന്നത്താണ് എന്ത്? ഫാത്തിഹയിൽ സുന്നത്ത് ഔദു കൊണ്ട് തുടങ്ങുക, അവസാനത്തിൽ ആമീൻ പറയുക, പിന്നെ ഒരായത്തിന് ശേഷവും സ്റ്റോപ്പ് ചെയ്യുക, ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. ഫാത്തിഹ മടക്കി ഓതൽ വാജിബാണ് എപ്പോൾ? ഫാത്തിഹയുടെ ഇടയിൽ മറ്റുള്ള ദിക്റുകൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ദീർഘമായ നേരത്തെ മൗനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. ഇനി 5ാമത്തെ റുക്ന് റുക്കൂ ചെയ്യലാണ്. എന്താണ് റുക്കൂ എന്ന് പറഞ്ഞാൽ? 2 ഉള്ളൻ കൈ 2 മുട്ടിൻ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കൂ. കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ വാജിബാണ്. ഇപ്പൊ നമ്മളെ പോക്കറ്റിലുള്ള ഒരു സാധനം നിലത്ത് വീണു, അതെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുനിച്ചിലാവാൻ പാടില്ല, മറിച്ച് റുക്കൂന് തന്നെ വേണ്ടിയുള്ള കുനിയലാവണം. കാൽമുട്ട് പിടിക്കുക, മുതുകും പിരടിയും സമമാക്കുക, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. പുരുഷൻ 2 കൈമുട്ട് അവന്റെ ഭാഗത്ത് വിട്ട് റുക്കൂയിലും സുജൂദിലും അകറ്റുക, സ്ത്രീ ചേർത്ത് വെക്കുക, ഇതെല്ലാം സുന്നത്തുകളാണ്. റുക്കൂയിൽ നിന്നുള്ള ഉയർച്ച അല്ലാത്ത എല്ലാ പോക്കുവരവുകളിലും തക്ബീർ ചൊല്ലലും പോകുന്നതിലേക്ക് എത്തും വരെ തക്ബീറിന്റെ നീട്ടലും സുന്നത്താണ്. നമ്മൾ ഉദാഹരണം എല്ലാം കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ അവിടെ എത്തുന്നത് വരെ ആ തക്ബീറിന്റെ നീട്ടൽ സുന്നത്താണ്. എന്നാൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴോ സമയ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. അപ്പൊ റുക്കൂ അല്ലാത്ത സ്ഥലങ്ങളിലുള്ള പോക്കുവരവുകളിലൊക്കെ ഈ തക്ബീറും സുന്നത്താണ്. ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിന്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിയലാണ് റുക്കൂ. ഇതാണ് റുക്കുവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് 6ാമത്തെ ഫർള് ഏത്തിദാൽ. ഏത്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കുവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് തന്നെ മടങ്ങലാണ് ഏത്തിദാൽ. ഏത്തിദാലിലേക്കുള്ള ഉയരലും മറ്റുദ്ദേശത്തോടു കൂടെ ആവാതിരിക്കണം. ഏത്തിദാലിന് വേണ്ടി തന്നെ ഉള്ള ഉയരലാവണം. എഴുത്തിദാലിലേക്ക് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. എഴുത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിന്ന സമാവാതി എന്നുള്ള ആ ദിക്ർ പറയണം. ഇതൊക്കെ സുന്നത്താണ്. സുബഹി നിസ്കാരത്തിലും അതുപോലെ റമദാൻ അവസാന പകുതിയിലെ വിത്റിന്റെ അവസാനത്തെ എഴുത്തിദാലിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അപ്പൊ സുബഹിയിൽ 2ാമത്തെ റക്അത്തിൽ എഴുത്തിദാലിന് ശേഷവും അതുപോലെ റമദാൻ മാസത്തിൽ പകുതി പിന്നിട്ടതിന് ശേഷം വിത്റിലെ അവസാനത്തെ റക്അത്തിൽ എഴുത്തിദാലിന് ശേഷവും ഈ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ വിട്ടു പിരിയുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റുക്കൂ എന്നാൽ എന്താ? നമ്മൾ പറഞ്ഞു, കാൽമുട്ട് വരെ എത്തുന്ന രൂപത്തിൽ കുനിയുന്നതിനാണ് റുക്കൂ എന്ന് പറയുന്നത്. 2 ഉള്ളൻ കൈകൾ
രണ്ട് മുട്ടിൻകാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കൂ. എഴുത്തുദാലി എന്നാൽ എന്ത്? റുക്കുവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തുദാലി. റുക്കുവിൽ എന്ത് ചെല്ലണം? സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി. എഴുത്തുദാലിൽ എന്താ? റബ്ബനാ ലക്കൽ ഹംദ് ഫുൾ ആയിട്ട് ചെല്ലണം. അതുപോലെ കുനൂത്ത് ഓതണം എപ്പോൾ? സുബഹിയിലും അതുപോലെ റമദാനിലെ പകുതി കടന്നതിന് ശേഷമുള്ള വിത്റിലെ അവസാന റക്അത്തിലും. കുനൂത്തിന്റെ തെളിവെന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു. തക്ബീറുകളെ നീട്ടണം ഏതുവരെ? ആ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം? നമ്മൾ തക്ബീറുകളെ നീട്ടണം. തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി കുനിഞ്ഞു, അത് റുക്കൂ ആക്കിയാൽ മതിയാകുമോ? ഇല്ല. റുക്കുവിന് വേണ്ടി കുനിയുമ്പോൾ അത് റുക്കുവിന് വേണ്ടിയുള്ള കുനിച്ചിൽ തന്നെയായിരിക്കണം. ഇനി ഏഴാമത്തെ ഫർള് എന്താണ്? 2 വട്ടം സുജൂദ് ചെയ്യലാണ്. ഓരോ റക്അത്തിലും ഈ 2 സുജൂദ് ചെയ്യണം. 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള, ഇവ നിലത്ത് വെക്കൽ വാജിബാണ്. ഏതെല്ലാം? നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിലത്ത് വെക്കൽ നിർബന്ധമായ അവയവങ്ങളാണ്. 1 2 കാൽമുട്ടുകൾ, അതുപോലെ 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള, ഇവയെല്ലാം നിലത്ത് വെക്കൽ വാജിബാണ്. സുജൂദിലേക്കുള്ള കുനിയലും മറ്റു ആവശ്യത്തിനല്ലാതിരിക്കണം. നെറ്റിയിൽ മറയില്ലാതിരിക്കണം. തലയുടെ ഭാരം നിലത്തൂന്നുക, തലയേക്കാൾ ചന്തി ഉയരുക, 7 അവയവങ്ങൾ ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക, ഇതെല്ലാം നിർബന്ധമാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് സുജൂദ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇനിയോ മൂക്ക് നിലത്ത് വെക്കുക, മുൻകൈ ചുമലിന്റെ നേരെ, വിരലുകൾ നിവർത്തി കിബിലക്ക് മുന്നിടിച്ചു വെക്കുക, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. ഇതെല്ലാം സുജൂദിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി 8ാമത്തെ ഫർള് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമാണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അവസാനത്തെ തഹിയ്യാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത്. അപ്പൊ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതുപോലെ 1ാമത്തെ തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, ഇവിടൊക്കെ നമ്മൾ ഏത് ഇരുത്തമാണ് സ്വീകരിക്കേണ്ടത്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ചന്തി നമ്മുടെ കാലിൽ വെച്ച് ഇരിക്കുന്ന ഇരുത്തമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. മറ്റേത് തവറുക്കിന്റെ ഇരുത്തമാണ്, ചന്തി നിലത്ത് വെച്ച് ഇരിക്കുന്ന ഇരുത്തം. അത് അവസാനത്തെ തഹിയ്യാത്തിൽ മാത്രമാണുള്ളത്. അവസാനത്തെ തഹിയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്തമാണ് സുന്നത്ത്. എന്നാൽ സഹവിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ ഇവിടെയും ഇഫ്തിറാഷ് തന്നെയാണ് സുന്നത്തുള്ളത്. ഒരാൾക്ക് അവസാനത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ തഹിയ്യാത്തിലും അയാൾ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പിന്നെ ഈ സഹവിന്റെ സുജൂദ് ചെയ്തതിന് ശേഷം തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് സലാം വീട്ടുകയാണ് വേണ്ടത്. കൈവിരലുകൾ പരത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ വെക്കലും, റബ്ബി ഗുഫ്റിലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ചൊല്ലലും സുന്നത്താണ്. ഇടയിലിരുത്തവും എഴുത്തിദാലും ഖസീറായ ഫർളുകളാണ്, കൂടുതൽ നീട്ടാവതല്ല. അപ്പോ ഈ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതുപോലെ എഴുത്തിദാലൊക്കെ ഖസീറായ ഫർളാണ്. കുറെ നേരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഇനി 9ാമത്തെ ഫർള് തുമഇനീനത്ത്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അടങ്ങി താമസിക്കൽ. എവിടെയെല്ലാമാണ് അടങ്ങി താമസിക്കേണ്ടത്? റുകൂ, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ, അതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. തുമഇനീനത്ത് നിസ്കാരത്തിന്റെ ഫർളാണ്. അടങ്ങി താമസിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. വളരെ ധൃതി പിടിച്ച് പെട്ടെന്നുള്ള നിസ്കാരം ഒരു പക്ഷേ തുമഇനീനത്ത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തുമഇനീനത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഫർളും കൂടെയാണ്. ഉത്തരം പറയുക. സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമുള്ള അവയവങ്ങൾ ഏതെല്ലാം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള, ഇതെല്ലാം സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമാണ്. സുജൂദിൽ വാജിബാണ് എന്തെല്ലാം? സുജൂദ് ചെയ്യുന്ന സമയത്ത് വാജിബായ കാര്യങ്ങൾ എന്തെല്ലാം? സുജൂദിലേക്കുള്ള കുനിയൽ മറ്റു ആവശ്യത്തിനല്ലാതിരിക്കണം. അതുപോലെ നെറ്റിയിൽ മറയില്ലാതിരിക്കണം. തലയുടെ ഭാരം നിലത്തൂന്നുക, തലയേക്കാൾ ചന്തി ഉയരുക, 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക, ഇതെല്ലാം സുജൂദിൽ വാജിബായ കാര്യങ്ങളാണ്. സുജൂദിൽ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൂക്ക് നിലത്ത് വെക്കുക, മുൻകൈ ചുമലിന്റെ നേരെ, വിരലുകൾ നിവർത്തി കിബിലക്ക് മുന്നിടിച്ചു വെക്കുക, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ പറയുക, ഇതെല്ലാം സുജൂദിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം എവിടെയെല്ലാം? 1ാമത്തെ തഹിയ്യാത്തില്, അതുപോലെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അതിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇനി അവസാനത്തെ തഹിയ്യാത്തിൽ ഒരാൾക്ക് സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇനി അടുത്തത് ഇടയിലെ ഇരുത്തത്തിൽ കൈ എങ്ങനെ വെക്കണം? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. കൈ വിരലുകൾ പരത്തി കാൽമുട്ടോടടുത്ത് തുടയിൽ വെക്കണം, അങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി അടങ്ങി താമസിക്കണം എവിടെയെല്ലാം? തുമഇനീനത്ത് എവിടെയെല്ലാം വേണം? റുകൂഇലും ഇഅ്തിദാലിലും 2 സുജൂദ്, ഇവിടെയെല്ലാം അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്. ഇനി അടുത്തത് അത്തശഹുദുൽ അഖീർ, ഒടുവിലത്തെ തശഹുദ്. നിസ്കാരത്തിന്റെ 10ാമത്തെ ഫർളാണ് ഒടുവിലത്തെ അത്തഹിയ്യാത്ത്.
ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഹർഫുകൾ, അതുപോലെ ഷദ്ദുകൾ എന്നിവ സൂക്ഷിച്ച് തുടർച്ചയായി ഓതൽ നിർബന്ധമാണ്. 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സലാത്തും സുന്നത്താണ്. അപ്പോൾ ഒടുവിലത്തെ തശഹുദാണ് നിസ്കാരത്തിൽ നിർബന്ധമുള്ളത്. എന്നാൽ 2 റക്അത്തിൽ അധികമുള്ള നിസ്കാരം, മഗ്രിബ്, അതുപോലെ ളുഹർ, അസർ, ഇശാ, ഇതിലെല്ലാം 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സലാത്തും ചൊല്ലൽ സുന്നത്താണ്. നമ്മൾ ഒന്നാമത്തെ തഹിയാത്ത് എന്ന് പറയാറുണ്ട് അത്. ഇനി അടുത്ത ഫർള് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹുദുൽ അഖീരി, അവസാനത്തെ തഹിയാത്തിന് ശേഷം നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക. അത്തഹിയാത്ത് എന്ന് പറയുമ്പോൾ അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതുവരെയാണ്. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള നബിയുടെ മേൽ സലാത്ത് ചൊല്ലലും അവസാനത്തെ തഹിയാത്തിന് ശേഷം നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയതിനു ശേഷം നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചൊല്ലൽ, ശേഷം ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു എന്നുള്ള ദുആ ഉണ്ടല്ലോ, അതെല്ലാം, അതുപോലെ ഇബ്രാഹിമിയ സലാത്ത്, അതൊക്കെ സുന്നത്താണ്. ഇനി അടുത്തത് 12ാമത്തെ ഫർള് അൽ ഖുഊദു ലിത്തശഹുദിൽ അഖീരി വസ്സലാത്തി വസ്സലാമി, അവസാനത്തെ തഹിയാത്തിനും നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാനും 1-ാം സലാമിനൊക്കെ വേണ്ടി ഇരിക്കൽ, അത് ഫർളാണ്. ഒടുവിലെ തശഹുദിനും സലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ, 2 തശഹുദിന്റെ ഇരുത്തത്തിലും കൈകൾ കാൽ മുട്ടോടടുത്ത് തുടയിൽ വെക്കുക. വലത് കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിന്റെ മുരടിൽ തള്ളവിരൽ വെക്കുക. വെക്കുന്ന രൂപമൊക്കെ ഉസ്താദുമാർ കാണിച്ചു തന്നിട്ടുണ്ടാവും. മറ്റു വിരലുകൾ മടക്കുക. എന്നിട്ട് ഇല്ലല്ലാഹ് എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. അതുമുതൽ ആ വിരലിലേക്കാണ് നോക്കേണ്ടത്. സലാം വരെ അല്ലെങ്കിൽ എഴുന്നേൽക്കും വരെ ആ വിരൽ ഉയർത്തി തന്നെ വെക്കുക. ഇവയെല്ലാം സുന്നത്താണ്. ഇനി 13ാമത്തെ ഫർള് 1-ാം സലാം വീട്ടലാണ്. അത്തസ്ലീമത്തുൽ ഊല, സലാമിൽ വറഹ്മത്തുള്ളാഹ് എന്നുകൂടി പറയുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുകൂടെ കൂട്ടി പറയുക. 2-ാം സലാം വീട്ടുക. 1-ാം സലാമിന് വലതുഭാഗത്തേക്കും 2-ാം സലാമിൽ ഇടതുഭാഗത്തേക്കും മുഖം മാത്രം തിരിക്കുക. ഇവയെല്ലാം സുന്നത്താണ്. നമ്മുടെ നെഞ്ച് കിബിലയെ തൊട്ട് തിരിയാൻ പാടില്ല, മുഖം മാത്രമാണ് നമ്മൾ തിരിക്കേണ്ടത്. ഇനി അവസാനത്തെ ഫർള് അത്തർത്തീബ്, വഴിക്ക് വഴിയായി ചെയ്യൽ. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത് വഴിക്ക് വഴിയായി ചെയ്യുക എന്നുള്ളതാണ് 14ാമത്തെ ഫർള്. ഈ 14 ഫർളുകളിൽ നിയ്യത്ത് ഖൽബിയും തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, സലാം എന്നിവ ഖൗലിയും ബാക്കിയുള്ള 8 ഫർളുകൾ ഫിഅലിയുമാകുന്നു. അപ്പൊ ഈ 14 ഫർളുകളെ 3ആയിട്ട് ഡിവൈഡ് ആക്കി. ഒന്ന് ഖൽബി, മറ്റൊന്ന് ഖൗലി, മറ്റൊന്ന് പിന്നെ ഫിഅലി. ഖൽബി ഏത് മാത്രമേ ഉള്ളൂ, നിയ്യത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഖൗലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്നത് അത് ഏതൊക്കെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം പറച്ചിലല്ലേ, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, സലാം, ഇതൊക്കെ പറച്ചിലുകളാണ്. അതെല്ലാം ഖൗലിയായ ഫർളുകൾ. ബാക്കിയുള്ള ആക്ഷൻസുകൾ അതിനൊക്കെ ഫിഅലിയായ ഫർളുകൾ എന്നും പറയുന്നു. സലാത്തുൽ ഇബ്രാഹിമിയ വിദ്യാർത്ഥികളൊക്കെ അറിയാമായിരിക്കും. ഇനി തശഹുദിൽ വലത് കൈ എങ്ങനെയാണ് വെക്കേണ്ടത്? അതുപോലെ ചൂണ്ടുവിരൽ എപ്പോൾ ഉയർത്തണം, ചൂണ്ടുവിരൽ ഏതുവരെ ഉയർത്തിപ്പിടിക്കണം, ഖൗലിയായ ഫർളുകൾ ഏതെല്ലാം, ഫീലിയായ ഫർളുകൾ ഏതെല്ലാം, ഇതെല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു. വിദ്യാർത്ഥികൾ പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുക. ഇപ്പോൾ 14 ഫർളുകൾ, നിസ്കാരത്തിന്റെ 14 ഫർളുകൾ നമ്മൾ പറഞ്ഞു. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഫർളുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിസ്കാരം തന്നെ നഷ്ടപ്പെടും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് സുനനു സലാത്ത്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ 2 വിധമാണ്. ഏതൊക്കെയാണ്? അബ്ആദു സുന്നത്തും അതുപോലെ ഹൈആത്ത് സുന്നത്തും. ഇങ്ങനെ 2 ടൈപ്പ് സുന്നത്തുകളാണ് നിസ്കാരത്തിലുള്ളത്. അബ്ആദു സുന്നത്തുകൾ 7 എണ്ണമാണ്. ഏത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. എന്താണ് അബ്ആദു സുന്നത്തിന്റെയും ഹൈആത്തിന്റെയും പ്രത്യേകത? സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകൾക്കാണ് അബ്ആദു സുന്നത്ത് എന്ന് പറയുക. പരിഹരിക്കപ്പെടാത്തതിനേക്കാണ് ഹൈആത്ത് സുന്നത്തുകൾ എന്ന് പറയുക. അപ്പൊ താഴെ പറയാൻ പോകുന്ന ഈ 7 കാര്യങ്ങൾ നമ്മൾ മറന്നു. അങ്ങനെ മറന്നാൽ നമുക്ക് അവസാനത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യൽ കൊണ്ട് അത് പരിഹാരമാകും. ഒന്നാമത്തത് ആദ്യത്തെ തശഹുദ് ഓതൽ. രണ്ടാമത്തത് ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ. തശഹുദിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ. അതുപോലെ കുനൂത്ത് ഓതൽ, കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സലാത്ത് ചൊല്ലൽ. കുനൂത്തിനും സലാത്തിനും വേണ്ടി നിൽക്കൽ. ഒടുവിലെ തശഹുദിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചൊല്ലൽ. ഈ 7 കാര്യങ്ങളാണ് അബ്ആദു സലാത്ത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്താൽ പരിഹാരമാകും. ഇനി ഈ പറയപ്പെട്ട 7 അബ്ആദു സുന്നത്തുകളല്ലാത്ത ബാക്കിയുള്ള നിസ്കാരത്തിലുള്ള സുന്നത്തുകളൊക്കെ ഹൈആത്ത് സുന്നത്തുകളാണ്. അപ്പോ വജ്ഹ് തോതൽ ഹൈആത്തിൽപ്പെട്ടതാണ്. അതുപോലെ റുകൂയിൽ സുബ്ഹാന റബ്ബിയൽ അസീം പറയല് ഹൈആത്താണ്. ബാക്കിയുള്ള സുന്നത്തുകളെല്ലാം ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ വേറെയും ധാരാളം സുന്നത്തുകളുണ്ട്. അതുപോലെ
ജുമുഅ, തറാവീഹ്, റമളാനിലെ വിത്ർ, ചന്ദ്രഗ്രഹണ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, സുബഹ് എന്നിവയിലും മഗ്രിബ്, ഇശാ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തുകളിലൊക്കെ ഇമാമും അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനൊക്കെ ഉറക്കം ഓതുക അതെന്താണ്? സുന്നത്താണ്, ഹയാത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. മറ്റു നിസ്കാരങ്ങളിൽ പതുക്കെയാണ് ഓതേണ്ടത്, ളുഹറിലും അസറിലും ഒക്കെ പതുക്കെയാണ് ഓതേണ്ടത്. ഇനി ഇമാമ് കുനൂത്ത് ബഹുവചനമാക്കലും ഉച്ചത്തിൽ ഓതലും അതിലെ ദുആ വചനങ്ങൾക്ക് മഅ്മൂമ് ആമീൻ പറയലും സുന്നത്താണ്. അല്ലാഹുമ്മ ഹദിന എന്ന് ജംആക്കൽ പ്ലൂറൽ ആക്കൽ എന്താണ്? സുന്നത്താണ്. എന്നാൽ ഫൈനക തഖ്ളി എന്നത് മുതൽ മഅ്മൂമും ഓതേണ്ടതാണ്. ഇവയെല്ലാം ഹയാത്ത് സുന്നത്തുകളിൽ പെട്ടതാണ്. അബ്വാദ് സുന്നത്തുകൾ എത്ര? 7. നബിയുടെ മേൽ സലാത്ത് അബ്ആദിൽ പെട്ടതാണ്. എപ്പോൾ? ഒന്നാമത്തെ തശഹുദിന് ശേഷം നബിയുടെ മേലുള്ള സലാത്ത് അബ്ആദിൽ പെട്ടതാണ്. നബിയുടെ മേൽ സലാത്ത് ഫർളാണ് എപ്പോൾ? ഒടുവിലത്തെ തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സലാത്ത് ഫർളാണ്. ഇതെല്ലാം വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് 17ാമത്തെ പാഠം സലാത്ത് തറാവീഹ്. പരിശുദ്ധമായ റമളാനിലുള്ള പ്രത്യേകമായി നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്. അതിന്റെ സമയം ഇശാ നിസ്കരിച്ച ശേഷം സുബഹി വരെയാണ്. ഖിയാമു റമളാൻ എന്നും തറാവീഹിന് പേരുണ്ട്. എല്ലാ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാം റമളാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ ആണ് നിയ്യത്ത് വെക്കേണ്ടത്. പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാൻ 20 റക്അതൻ സിവൽ വിത്രി. വിത്ർ കൂടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പോൾ തറാവീഹ് 20 ആണ്, 8 ആണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോവാൻ പാടില്ല. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു. തറാവീഹ് നിസ്കാരത്തിലും റമളാനിലെ വിത്റിലും ജമാഅത്ത് സുന്നത്താണ്. അപ്പൊ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം കൂടെയാണ് തറാവീഹ്. തറാവീഹ് എന്ന് പറയുന്നു ഏത് നിസ്കാരത്തിന്? റമളാനിൽ നമ്മൾ പ്രത്യേകമായി നിർവഹിക്കുന്ന നിസ്കാരത്തിന്. തറാവീഹിന്റെ സമയം ഇശാ നിസ്കരിച്ചത് മുതൽ. അത് എത്ര സലാം കൊണ്ട് നിസ്കരിക്കണം? 10 സലാം കൊണ്ട്. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും സലാം വീട്ടൽ വാജിബാണ്. അപ്പൊ 10 സലാമും ആകെ ഉണ്ടാവും. തറാവീഹിന്റെ നിയ്യത്ത് എന്താ? തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഖിയാം റമളാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ കരുതുക. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ത്? ഒരാള് സത്യവിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടൊക്കെ തറാവീഹ് നിസ്കരിച്ചാൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കും എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ കൂടാതെ തന്നെ 20 റക്അത്ത് റമളാനിൽ തറാവീഹ് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. തറാവീഹിന്റെ മറ്റൊരു പേരാണ് ഖിയാം റമളാൻ. ഇനി അടുത്തത് അദ്ദർസു സാമിൻ അശറ സലാത്തുൽ ഈദൈൻ. 2 പെരുന്നാൾ നിസ്കാരം. ഇതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന നിസ്കാരങ്ങളാണ്. 2 പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അത് 2 റക്അത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ വജ്ഹ് തോതിയ ശേഷം 7 തക്ബീറും 2ാം റക്അത്തിൽ 5 തക്ബീറും ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്താണ്. 2 തക്ബീറുകളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലലും തക്ബീറുകളിൽ കൈകൾ ചുമലിന് നേരെ ഉയർത്തലും സുന്നത്താണ്. നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച മുതൽ ളുഹ്ർ വരെയാണ്. അപ്പോൾ 2 റക്അത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിനു ശേഷം നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിനു ശേഷം നമ്മൾ വജ്ഹ് ഓതൽ സുന്നത്താണ് അവിടെയും. ആ വജ്ഹത്തിന് ശേഷം 7 തവണ നമ്മൾ തക്ബീർ ചൊല്ലണം. ഓരോ തക്ബീറിന്റെ ഇടയിൽ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നുള്ള ദിക്ർ ചൊല്ലണം. 2ാം റക്അത്തിൽ ഫാത്തിഹക്ക് തുടങ്ങുന്നതിന് മുമ്പ് 5 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഓരോ തക്ബീറിന്റെയും ഇടയിൽ പറയപ്പെട്ട ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച മുതൽ ളുഹ്ർ വരെയാണ്. നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ സുന്നത്താണ്. 1ാം ഖുതുബ 9 തക്ബീർ കൊണ്ടും 2ാം ഖുതുബ 7 തക്ബീർ കൊണ്ടും തുടങ്ങലും. പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ച മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതുവരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലലും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ തക്ബീർ ഇല്ലാലുണ്ടല്ലോ, ആ തക്ബീറൊക്കെ സുന്നത്താണ്. വലിയ പെരുന്നാളിന് അറഫാ ദിവസം സുബഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെയും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ചെറിയ പെരുന്നാളിന് ശവ്വാൽ പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയാണ് തക്ബീർ സുന്നത്ത്. എന്നാൽ വലിയ പെരുന്നാളിന് അറഫാ ദിവസം സുബഹി മുതൽ ദുൽഹിജ്ജയിലെ 13 അയ്യാമു തശ്രീഖിന്റെ അസർ വരെ
എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇനി പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ് ശ്രേഷ്ഠം, അല്ലാതെ ഈദ്ഗാഹുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള മൈതാനങ്ങളിലോ ഒന്നും അല്ല. ശ്രേഷ്ഠത എവിടെയാണ്? പള്ളിയിലാണ്. കുളിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക മുതലായവ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാര സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെ 1-ാം റക്അത്തിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ പറഞ്ഞു. വജ്ഹത്തുവിന് ശേഷം 7 തക്ബീർ ചൊല്ലണം. ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നുള്ള ദിക്ർ ചൊല്ലണം. ചെറിയ പെരുന്നാൾ നിസ്കാരം നിയ്യത്ത് എങ്ങനെയാണ്? ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. തക്ബീർ സുന്നത്തായ സമയം നമ്മൾ 2 പെരുന്നാളിലും പറഞ്ഞു. പെരുന്നാളിന്റെ സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു. 1-ാം ഖുത്ബ എത്ര തക്ബീർ കൊണ്ട് തുടങ്ങണം? 1-ാമത്തെ ഖുത്ബ 9 തക്ബീർ കൊണ്ടും നമ്മൾ പറഞ്ഞു. നിസ്കാര ശേഷം 2 ഖുത്ബ സുന്നത്താണ്. 1-ാം ഖുത്ബ 9 തക്ബീർ കൊണ്ടും 2-ാം ഖുത്ബ 7 തക്ബീർ കൊണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞു. പെരുന്നാൾ നിസ്കാരം ശ്രേഷ്ഠം എവിടെ വെച്ചാണ്? പള്ളിയിൽ വെച്ചാണ്. നിസ്കാരങ്ങളുടെ ഉടനെ തക്ബീർ ചൊല്ലണം. ഏതു മുതൽ ഏതുവരെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അറഫ ദിവസം സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അസർ വരെ 13ന്റെ അസർ വരെയാണ് നിസ്കാരങ്ങളുടെ ഉടനെ തക്ബീർ ചൊല്ലേണ്ടത്. അറഫ ദിവസം എന്നാകുന്നു ദുൽഹിജ്ജ് 9-നാണ് അറഫ ദിവസം. ഇനി അടുത്തത് 19-ാമത്തെ പാഠം അൽ ഖസ്റു വൽ ജംഉ. ജംഉം ഖസ്റും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്ന ഒരു ഇളവാണ് ഈ ഖസ്റും ജംഉം. ഹലാലായ ദീർഘയാത്രയിൽ ഖസ്റും ജംഉം ജായിസാണ്. ഖസർ എന്നാൽ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസർ. അപ്പോൾ ളുഹർ, അസർ, ഇശാ എന്നിങ്ങനെയുള്ള 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്താക്കി ചുരുക്കലാണ് ഖസർ. ജംഅ എന്നാൽ ളുഹർ, അസർ എന്നിവയെ 2-1-ന്റെയും മഗ്രിബ്, ഇശാ എന്നിവയെ 2-1-ന്റെയും സമയത്ത് നിസ്കരിക്കലാണ് ജംഅ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കുക, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കുക, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക, ഇശാഇന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളെ സൗകര്യമനുസരിച്ച്. അതിനാണ് ജംഅ എന്ന് പറയുക. ദീർഘയാത്ര 133 കിലോമീറ്റർ ആകുന്നു. അപ്പോൾ ഈ ദീർഘയാത്ര, ഹലാലായ ദീർഘയാത്ര ചെയ്യുന്നവർക്കാണ് ഈ ജംഉം ഖസറും ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. ഇനി ജംഅ 2 വിധമാണ്. ജംഉ തഅഖീർ, ജംഉ തഖ്ദീം. എന്താണ് ജംഉ തഅഖീറും തഖ്ദീമും തമ്മിലുള്ള വ്യത്യാസം? തഅഖീർ എന്ന് പറഞ്ഞാൽ പിന്തിച്ച് ജമാക്കുക, തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിച്ച് ജമാക്കുക. ളുഹർ, അസറിന്റെയും മഗ്രിബ്, ഇശാഇന്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഅഖീർ. അപ്പൊ ളുഹറിന് അസറിന്റെ സമയത്ത് നിസ്കരിക്കുക, മഗ്രിബിന് ഇശാഇന്റെ സമയത്തേക്ക് അങ്ങോട്ട് ബന്ധിക്കുക. അതിനാണ് തഅഖീർ എന്ന് പറയുക. ഇനി നേരെ ഓപ്പോസിറ്റ്, അസർ ളുഹറിന്റെയും അതുപോലെ ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കുക. അതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുക. തഅഖീറിന്റെ ജംഇന് 2 ഷർത്തുകളുണ്ട്. 1-ാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ് ജംഇനെ നിയ്യത്ത് ചെയ്യുക. നമ്മൾ പിന്തിച്ച് ജമാക്കുമ്പോ പാലിക്കേണ്ടുന്ന ഷർത്ത് എന്തൊക്കെയാണ്? 1-ാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ്, അപ്പൊ ളുഹറിന്റെ സമയം കഴിയും മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ജംഇന്റെ നിയ്യത്ത് വെക്കണം. 2-ാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കണം. അപ്പോഴേക്ക് യാത്ര കഴിയാൻ പാടില്ല. ഇനി ജംഉ തഖ്ദീമിന്റെ ഷർത്ത് ഏതൊക്കെയാണ്? മുന്തിച്ച് ജമാക്കുമ്പോൾ എന്തൊക്കെയാണ് ഷർത്ത്? 1-ാമത്തെ നിസ്കാരത്തിൽ 2-ാമത്തേതിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം. അപ്പൊ നമ്മള് ളുഹറിന്റെ കൂടെ അസർ മുന്തിച്ച് ജമാക്കാണ്. അങ്ങനെയാണെങ്കിൽ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ്, അത് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അസറിനെ ഇതിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം. 2 നിസ്കാരവും തർത്തീബായി നിർവഹിക്കുക. ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്യാപ്പില്ലാതെ 2-ാമത്തെ നിസ്കാരവും നിർവഹിക്കണം. 2ഉം തുടർച്ചയായി തന്നെ നിസ്കരിക്കണം. അതേപോലെ 2-ാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ യാത്രയിലായിരിക്കുക എന്നുള്ളത് കണ്ടീഷനാണ്. യാത്ര അവസാനിക്കാൻ പാടില്ല. ഇനി കസറാക്കി നിസ്കരിക്കുമ്പോൾ നിയ്യത്തിൽ കസറിന് കരുതലും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കലും നിസ്കാരം തീരുന്നത് വരെ യാത്രയിലായിരിക്കലും ഷർത്താണ്. അത് കസറാക്കി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഷർത്തുകളാണ്. കസറും ജംഉം ജായിസാണ് എപ്പോൾ? ഹലാലായ ദീർഘയാത്രയിൽ. ആ യാത്രയുടെ കണക്ക് നമ്മൾ പറഞ്ഞു 133 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവണം. കസർ എന്നാൽ എന്ത്, അതുപോലെ ജംഇ എന്നാൽ എന്ത്, ദീർഘയാത്ര എത്ര, ജംഉ തഖ്ദീം എന്താണ്, തഅഖീർ എന്താണ് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ പാഠങ്ങൾ ആവർത്തിച്ചു വായിക്കുക. ഇനി അദ്ദർസുൽ 20-ാമത്തെ പാഠം സലാത്തുൽ ജുമുഅ. ജുമുഅ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ നിസ്കാരമാണ്. ആർക്കാണ് ജുമുഅ നിർബന്ധമാവുക? മുകല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദറില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ കാരണങ്ങളൊന്നും ഇല്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമുഅ വാജിബാണ്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ ജുമുഅ നിർബന്ധമല്ല. പക്ഷേ കാരണങ്ങളൊന്നും ഇല്ലാത്തവൻ നിർബന്ധമായും പങ്കെടുക്കണം. ഉദറുള്ളവർ ജുമുഅയിൽ പങ്കെടുത്താൽ സ്ഥിര താമസക്കാരനാണെങ്കിൽ അവരെ പരിഗണിക്കപ്പെടും.
അപ്പോ കാരണമുണ്ട്, രോഗിയാണ് എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മഹലിൽ താമസിക്കുന്ന ഒരു സ്ഥിര താമസക്കാരനാണെങ്കിൽ അയാളെ അത് പരിഗണിക്കും. ഉദാഹരണം 40 ആൾ തികക്കാൻ അയാൾ വന്നപ്പോഴാണ് 40 ആയെങ്കിൽ അത് പരിഗണിക്കും എന്ന് ചുരുക്കം. ഒരു ഗ്രാമത്തിൽ മുകല്ലഫും സ്വതന്ത്രനും ഒതറില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ 40 പുരുഷന്മാരുണ്ടായാൽ അവിടെ ജുമുഅ നിലനിർത്തൽ നിർബന്ധമാണ്. ജുമുഅ സഹീഹാവാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന്, അർഹരായ 40 ആളുകളെ കൊണ്ടായിരിക്കണം. അപ്പോ അർഹരായ 40 ആളല്ലെങ്കിൽ അവിടെ ജുമുഅ നിർബന്ധമല്ല, സഹീഹാവൂല. 40 ആളുകൾ അർഹരായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റികൾ: മുക്കല്ലഫായിരിക്കണം, സ്വതന്ത്രന്മാരായിരിക്കണം, ജുമുഅയുടെ മഹലിൽ താമസിക്കുന്നവരായിരിക്കണം, ഉദറില്ലാത്തവരായിരിക്കണം. അങ്ങനത്തെ 40 പുരുഷന്മാരുണ്ടെങ്കിലാണ് ജുമുഅ സഹീഹാവുക. മഹല്ലത്തിന്റെ അതിർത്തിക്കുള്ളിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക. ഇനി 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക. മഹല്ലിൽ ശരിയായ മറ്റൊരു ജുമുഅ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കുകയോ കൂടെയാവുകയോ ചെയ്യാതിരിക്കുക. ളുഹറിന്റെ സമയത്താവുക. 2 ഖുത്ബയുടെ ശേഷമായിരിക്കുക. ഇതെല്ലാം ജുമുഅ സഹീഹാവാനുള്ള ഷർത്തുകളാണ്. ഇനി ഉദറില്ലാത്തവർ ജുമുഅ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ അത് സഹീഹാവുന്നതല്ല. കാരണമുള്ളവരാണ് ഈ പ്രശ്നമല്ല, കാരണമില്ലാത്തവരാണ്. അങ്ങനത്തെ ആളുകളാണ്, അവർ ജുമുഅയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ജുമുഅ തീരുന്നതിന് മുമ്പ് അവർ സ്വന്തമായിട്ട് ളുഹർ നിസ്കരിച്ചാൽ എന്താവില്ല, അത് പരിഗണിക്കുകയില്ല, സഹീഹാവില്ല. അറിവില്ലാതെ നിസ്കരിച്ചതാണെങ്കിൽ സുന്നത്തായി പരിഗണിക്കപ്പെടും. അതുപോലെ കുട്ടികൾ, യാത്രക്കാർ, മറ്റു ജുമുഅ നിർബന്ധമില്ലാത്തവർ ജുമുഅ നിസ്കരിച്ചാൽ സഹീഹാകുന്നതും ളുഹർ നിസ്കാരം ഒഴിവാകുന്നതുമാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ജുമുഅ നിർബന്ധമില്ല. പക്ഷെ കുട്ടികളൊക്കെ എന്ത് ചെയ്തു? ജുമുഅക്ക് പള്ളിയിലേക്ക് വന്നു, അവർ ജുമുഅ നിസ്കരിച്ചു, അത് മതി, പിന്നെ വീണ്ടും ളുഹർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ സുന്നത്താണ്? കുളിക്കല്, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോവുക, അൽ-കഹ്ഫ് സൂറത്ത് ഓതുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. ജുമുഅ വാജിബുള്ളവരാരാണ് പറഞ്ഞു. ജുമുഅ സഹീഹാവാനുള്ള ഷർത്തുകൾ പറഞ്ഞു. ഉദറില്ലാത്തവർ ജുമുഅ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാലുള്ള വിധി നമ്മൾ പറഞ്ഞു. ജുമുഅയുടെ സുന്നത്തുകളെല്ലാം പറഞ്ഞു. പാഠങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക. ഇനി അടുത്തത് അൽ ഖുതുബ. നമ്മൾ പറഞ്ഞു ജുമുഅയുടെ മുമ്പ് 2 ഖുതുബ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ജുമുഅയുടെ ഖുതുബക്ക് ചില ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ഉണ്ട്. എന്തൊക്കെയാണ് ഷർത്തുകൾ? ജുമുഅയുടെ അഹ്ലുകാരായ 40 ആളുകളെ കേൾപ്പിക്കുക. നമ്മൾ പറഞ്ഞു അർഹരായ 40 ആളുകളെ കൊണ്ടാണ് ജുമുഅ നടത്തേണ്ടത്. ആ അർഹരായ 40 ആളുകൾ ഈ ജുമുഅ ഖുതുബ കേൾക്കണം. അറബി ഭാഷയിലായിരിക്കണം, മലയാളത്തിലല്ല. പിന്നെയോ കഴിവുള്ളവൻ നിൽക്കണം, ഔറത്ത് മറക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഖതീബ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കണം, തുടർച്ചയായിരിക്കണം, ളുഹറിന്റെ സമയത്തായിരിക്കണം, ഖതീബ് പുരുഷനായിരിക്കണം. അപ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് ഖുതുബ നിർവഹിക്കാൻ വരേണ്ട ആവശ്യമില്ല. മറ്റു ഖുതുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ. ഇനിയോ ഖുതുബയുടെ ഫർളുകൾ ഏതൊക്കെയാണ്? 1, അല്ലാഹുവിനെ സ്തുതിക്കൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങൽ. നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് മുത്തുനബിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സലാത്ത് ചൊല്ലണം. അപ്പോ ഇവ രണ്ടും ഹംദിന്റെയും സലാത്തിന്റെയും ലഫ്ള് കൊണ്ട് തന്നെയായിരിക്കണം. ഇനിയോ 3-ാമത്തെ ഫർള് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യൽ. പിന്നെയോ 2-ൽ 1 ഖുതുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതൽ, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് ഓതൽ. 2-ാം ഖുതുബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞ് ദുആ ചെയ്യൽ. ഇങ്ങനെയാണ് ഖുതുബയുടെ ഫർളുകൾ. ഈ ഫർളുകൾ പാലിച്ചുകൊണ്ടാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. സഹാബികളിൽ നിന്നുള്ള നേതാക്കൾക്കും നമ്മൾ ഖുതുബയിൽ ദുആ ചെയ്യാറുണ്ടല്ലോ. 4 ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി, അതുപോലെ മുസ്ലിം നേതാക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യൽ. അതുപോലെ ഖുതുബ മിമ്പറിലോ അതല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കൽ. ഖതീബ് മിമ്പറിന്റെ അടുത്തുള്ളവർക്ക് സലാം പറയുക. മിമ്പറിൽ കയറിയാൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് സലാം പറയുക. ബാങ്ക് കഴിയും വരെ മിമ്പറിൽ ഇരിക്കുക. ഇതൊക്കെ സുന്നത്താണ്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, ദുആകൾക്ക് ആമീൻ പറയുക. നബിയുടെ പേരോ സിഫത്തുകളോ ഒക്കെ കേൾക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലുക. സഹാബത്തിനെ പറയുമ്പോൾ പതുക്കെ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയൽ കേൾക്കുന്നവർക്കും സുന്നത്താണ്. ഖുതുബയിൽ സുന്നത്താണ് എന്ത്, മറ്റു ഖുതുബയിൽ ഷർത്താണ് എന്ത്, ഖതീബിന് സുന്നത്താണ് എന്ത്, ഖുതുബ കേൾക്കുന്നവർക്ക് സുന്നത്താണ് എന്തെല്ലാം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് അസ്സകാത്തു. സകാത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സകാത്ത് 2 വിധമാണ്. സകാത്തുൽ മാൽ ഉണ്ട്, സകാത്തുൽ ബദൻ ഉണ്ട്. സകാത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലിനുള്ള സകാത്ത്, സകാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിനേക്കുള്ള സകാത്ത്. സകാത്തുൽ മാല് വെള്ളി, പൊന്ന്, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട്, കറൻസി, റിയാല്, ഡോളർ മുതലായവയിലും
ധാന്യങ്ങളിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിലും പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലും കച്ചവട ചരക്കുകളിലും മാത്രമേ സക്കാത്ത് വാജിബുള്ളൂ. അപ്പൊ സക്കാത്തുൽ മാല് എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. അപ്പൊ നമ്മുടെ സമ്പത്തുകളായിട്ട് വെള്ളി, പൊന്ന്, അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി, റിയാല്, ഡോളർ, ഇതൊക്കെ സമ്പത്താണ്. അതുപോലെ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന നെല്ല്, ഗോതമ്പ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം. അതിലും പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലും കച്ചവട ചരക്കുകളിലും മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ. ഇനി താഴെ അതിന്റെ കണക്കുകളാണ് പറയുന്നത്. ഈ കണക്കുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം, 85 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 10 പവനോളം സ്വർണം, അതിൽ കുറയാത്ത സ്വർണം. അതുപോലെ 595 ഗ്രാമിൽ കുറയാത്ത വെള്ളി, അവയിലൊന്നിന്റെ വിലക്കുള്ള കറൻസി മുതലായവ ഒരു വർഷം പൂർണ്ണമായി കൈവശമുള്ളവർ അതിന്റെ 40 ഭാഗം എന്ന് വെച്ചാൽ 2.5% സക്കാത്തായി നൽകണം. ഉപയോഗിക്കൽ ജായിസായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. അപ്പോൾ 10 പവൻ, ഉദാഹരണം 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10 പവനോളം വരും. ആ 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം ഒരാളെ കയ്യിലുണ്ട്. അങ്ങനെ അത് വെച്ച് എന്തായി, ഒരു വർഷം തികഞ്ഞു. അങ്ങനെയാകുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ 85 ഗ്രാമിൽ കുറയാത്ത സ്വർണത്തിന്റെ കണക്കോ അല്ലെങ്കിൽ 595 ഗ്രാമിൽ കുറയാത്ത വെള്ളിയുടെ കണക്കോ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇനി ഉപയോഗിക്കൽ ജായിസായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. സാധാരണ ധരിക്കുന്ന സ്വർണമാണ്, അതിനെന്തില്ല, സക്കാത്ത് ഇല്ല. ഇനി തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്ന നെല്ല് പോലെയുള്ളവ 1920 ലിറ്ററും അല്ലാത്തവ 960 ലിറ്ററും ഒരു വർഷത്തെ കൃഷിയിൽ നിന്ന് ലഭിച്ചവർ അതിന്റെ 10 നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20 കൊടുക്കണം. കാരക്ക, മുന്തിരി എന്നിവ 960 ലിറ്റർ ഉണ്ടായാൽ 10 കൊടുക്കണം. ഈ കണക്കുകൾ അതുപോലെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി മൃഗങ്ങളിൽ ഒട്ടകം 5, മാട് 30, ആട് 40 ഉള്ളവർ സക്കാത്ത് കൊടുക്കണം. 5 ഒട്ടകങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ആട് സക്കാത്ത് കൊടുക്കണം. 30 മാടുകൾ ഉണ്ടെങ്കിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയെ കൊടുക്കണം. 40 ആടുണ്ടെങ്കിൽ ഒരാട് നൽകണം. ഇങ്ങനെയാണ് മൃഗങ്ങളിലുള്ള സക്കാത്ത്. സക്കാത്ത് 2 വിധമാണ്. ഏതൊക്കെയാണ്? സക്കാത്തുൽ മാല്, സക്കാത്തുൽ ബദൻ. സക്കാത്ത് വാജിബുള്ള മുതൽ എത്ര ഇനം നമ്മൾ പറഞ്ഞു. സാധാ വെള്ളി, പൊന്ന്, കറൻസി, അതുപോലെ ധാന്യങ്ങള്, പഴവർഗ്ഗങ്ങള്, മൃഗങ്ങള്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ധാന്യങ്ങളിൽ ഏതിനെല്ലാം സക്കാത്ത് ഉണ്ട്? സാധാരണയായി നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. പഴങ്ങളിൽ ഏതൊക്കെയാണ് സക്കാത്ത് ഉള്ളത്? കാരക്ക, മുന്തിരി, ഇതൊക്കെയാണ് പഴങ്ങളിൽ. അതുപോലെ കുതിരക്ക് സക്കാത്ത് വാജിബാകുമോ? ഇല്ല. ഇനി അടുത്തത് സക്കാത്തുൽ ബദൻ. 2 വിധം സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. സക്കാത്തുൽ മാലും സക്കാത്തുൽ ബദനും. ഈ സക്കാത്തുൽ ബദന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിത്ർ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്ർ എന്നും ഇതിന് പറയപ്പെടും. റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ അത് നിർബന്ധമാകും. അസ്തമന ശേഷം മരണപ്പെട്ടവർക്ക് വേണ്ടിയും കൊടുക്കണം. ശേഷം ജനിച്ചവരുടെ പേരിൽ കൊടുക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ പിറ കണ്ടു. ആ പിറ കാണുന്നതോടുകൂടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കടം, അവനും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിന്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമായ ഭക്ഷണം എന്നിവ കഴിഞ്ഞ് ധനം മിച്ചമുള്ളവർക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ. അപ്പൊ പെരുന്നാളിന്റെ അന്നത്തെ ആവശ്യമായ ചെലവുകൾക്ക് ഉള്ള പണമുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി ഓരോ ഒരു സാ എന്ന് പറഞ്ഞാൽ എത്ര? 3200 ലിറ്റർ വീതം ആ നാട്ടിലെ മുഖ്യ ഭക്ഷ്യധാന്യത്തിൽ നിന്ന് കൊടുക്കണം. പെരുന്നാൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരി, അതാണ് മുഖ്യ ആഹാരം. അത് അരിയായിട്ട് നമ്മൾ കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠം. ആ ദിവസത്തെ വിട്ട് കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ നമ്മൾ അത് കൊടുത്തു വിട്ടാൻ ശ്രദ്ധിക്കണം. സക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകളാണ്. ഇനി അവകാശികൾ ആരൊക്കെയാണ് സക്കാത്ത് സ്വീകരിക്കാൻ അർഹതപ്പെട്ടവര്? ഫക്കീറുകൾ, മിസ്കീനുകൾ, സക്കാത്തിന്റെ പ്രവർത്തകർ, നവമുസ്ലിങ്ങൾ, പുതുമുസ്ലിങ്ങൾ, അതുപോലെ അടിമത്ത മോചന കരാറുകൾ ചെയ്തവർ, കടമുള്ളവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, മുസാഫിറുകൾ, യാത്രക്കാർ,
എന്നിങ്ങനെ 8 വിഭാഗമാകുന്നു. ഈ 8 വിഭാഗങ്ങളെ കുറിച്ച് നിർബന്ധമായും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. സക്കാത്തിന്റെ അവകാശികൾ. ഫിത്ർ സക്കാത്ത് വാജിബാകും എപ്പോൾ? പെരുന്നാളിന്റെ റമദാനിന്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ, പെരുന്നാളിന്റെ പിറകാണലോടുകൂടെ ഈ ഫിത്ർ സക്കാത്ത് വാജിബാകും. ഫിത്ർ സക്കാത്ത് വാജിബാണ് ആർക്ക്? നമ്മളിവിടെ പറഞ്ഞു, കടം, അതുപോലെ അവനും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിന്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമായ ഭക്ഷണം എന്നിവ കഴിച്ച് ധനം മിച്ചമുള്ളവർക്ക് മാത്രമാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവൂ. ഫിത്ർ സക്കാത്ത് ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം? താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ പേരിലൊക്കെ എന്ത് ചെയ്യണം? തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി ഒരു സാ വീതമാണ് കൊടുക്കേണ്ടത്. ഇനി ഫിത്ർ സക്കാത്തായി എന്ത് നൽകണം? സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം, നമ്മുടെ നാട്ടിലൊക്കെ അരി, അതാണ് കൊടുക്കേണ്ടത്. സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ ഏതെല്ലാം? സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്തിന്റെ ഷർത്തുകളാണ്, അത് കൊടുക്കുന്ന ഷർത്തുകളാണ്. ഇനി ഫിത്ർ സക്കാത്ത് എപ്പോൾ കൊടുക്കണം? ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? നമ്മൾ ഈ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് അത് കൊടുത്തു വിട്ടുകയാണ് വേണ്ടത്. ഇനി അടുത്തത് 24-ാമത്തെ പാഠം അസ്സൗം, നോമ്പിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അസ്സൗം, നോമ്പ് കാലം എല്ലാവർക്കും സന്തോഷകരമായ കാലമാണ്. ഒട്ടേറെ നന്മകൾ ഒരുമിക്കുന്ന ശ്രേഷ്ഠ വസന്തം. പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് വാജിബാണ്. ഹൈള്, നിഫാസ് എന്നിവ ഉള്ളവൾക്ക് നോമ്പ് ഹറാമാണ്. അവർ പിന്നീട് ഖളാ വീട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈള് നിഫാസ് ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമില്ല, എന്നാൽ ആ നിസ്കാരം മടക്കേണ്ടതുമില്ല. പക്ഷെ ഇവിടെ നോമ്പ് ആ സമയത്ത്, ഹൈള് നിഫാസ് ഉള്ള സമയത്ത് നോമ്പ് നോൽക്കൽ ഹറാമാണ്. പക്ഷെ പിന്നീട് അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഷഅബാൻ 30 പൂർത്തിയാവുകയോ അതുപോലെ റമദാൻ മാസ പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും. നോമ്പിന്റെ ഫർളുകൾ 2ആണ്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കൽ. ഫർളായ നോമ്പിന് ഓരോ രാത്രിയിലും ഫജറിന് മുമ്പ് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. എന്താണ് നോമ്പിന്റെ നിയ്യത്ത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നതാണ് പൂർണ്ണമായ നിയ്യത്ത്. ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് സംയോഗം ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്യുക. അതുപോലെ ഇന്ദ്രിയം പുറപ്പെടുക, മനിയ് പുറപ്പെടുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. അതുപോലെ തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് കടക്കുക. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് മുറിഞ്ഞു പോകും. ഇനി അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ് 9, അതുപോലെ മുഹറം 9, 10, ഷവ്വാലിലെ 6 ദിവസം, അതുപോലെ എല്ലാ അറബി മാസവും 13, 14, 15, 28, 29, 30 എന്നീ തീയതികളിലും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. 2 പെരുന്നാൾ ദിവസം, അതുപോലെ അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13, അതാണ് അയ്യാമു തശ്രീഖ്. ആ ദിവസങ്ങളിലും ശക്കിന്റെ ദിവസം ഇവയിലൊക്കെ നോമ്പ് നോൽക്കൽ ഹറാമാണ്. പ്രായം കൂടിയതിനാലോ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗത്തിനാലോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് നോമ്പ് വാജിബല്ല. മറിച്ച് അവരെന്ത് ചെയ്യണം? അവർ നോമ്പ് ഒന്നിന് 1 മുദ്, ഓരോ നോമ്പിനിക്കും 1 മുദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ വീതം ആ നാട്ടിലെ മികച്ച ഭക്ഷ്യ വസ്തുവിൽ നിന്ന് നൽകൽ വാജിബാണ്. അപ്പൊ നോമ്പ് നോൽക്കാൻ കഴിയൂല, അസുഖാണ്, ആ അസുഖം മാറുമെന്നുള്ള പ്രതീക്ഷയില്ല. അങ്ങനത്തെ ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. പകരം അവര് എത്ര നോമ്പാണോ അവർക്ക് നഷ്ടപ്പെടുന്നത്, ആ നോമ്പിന് പകരമായി ഓരോ മുദ് വീതം ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം. രോഗം, യാത്ര മുതലായവ കാരണം നോമ്പ് നഷ്ടപ്പെട്ടവർ ഖളാ വീട്ടണം. അത്താഴം കഴിക്കുക, അസ്തമനം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക, കാരക്ക അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് തുറക്കുക, തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലൽ ഒക്കെ സുന്നത്താണ്. റമദാനിൽ തറാവീഹ് നിസ്കരിക്കൽ, ഖുർആൻ ഓതൽ, ഇഅ്തികാഫ്, നോമ്പ് തുറപ്പിക്കൽ, അതുപോലെ നാവ്, മറ്റുള്ള അവയവങ്ങൾ ഇവയെ അനാവശ്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കൽ, സദഖ അധികരിപ്പിക്കൽ, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാകുന്നു. ഇനി ഇവിടെ വ്യക്തമാക്കാനാണ് നോമ്പ് വാജിബുള്ളവർ ആരാണ്. നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു, പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ്. അതുപോലെ നോമ്പ് ഖളാ വീട്ടേണ്ടവർ ആരാണ്? ഹൈള് നിഫാസ് ഉള്ള സ്ത്രീകൾ, അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്.
അതുപോലെ നോമ്പിന്റെ പൂർണ്ണമായ നിയ്യത്ത് നമ്മൾ പറഞ്ഞു, നവയത്ത് സോമാഗതിൻ തുടങ്ങിയ നിയ്യത്ത് പറഞ്ഞു. നോമ്പിന്റെ ഫർദുകൾ രണ്ടാണ്: നിയ്യത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ കുറെ ദിവസങ്ങൾ പറഞ്ഞു. അറഫ ദിവസം, അതുപോലെ ഷവ്വാലിൽ 6 ദിവസം, അങ്ങനെ കുറെ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും എഴുതാം. നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ്? 2 പെരുന്നാൾ ദിവസം, അതുപോലെ അയ്യാമത്ത് തശ്രീഖിന്റെ ദിവസം, ഷക്കിന്റെ ദിവസം ഒക്കെ നോമ്പ് ഹറാമായ ദിവസങ്ങളാണ്. ഇനി അടുത്തത്, നോമ്പ് നിർബന്ധമാകും എന്തുകൊണ്ട്? ഷഅബാൻ 30 പൂർത്തിയാവൽ കൊണ്ടോ, അല്ലെങ്കിൽ റമദാനിന്റെ മാസപ്പിറ കാണൽ കൊണ്ടോ, അങ്ങനെ സ്ഥിരമായ വിവരം ലഭിച്ചാലൊക്കെ നോമ്പ് നിർബന്ധമാകും. നോമ്പ് വാജിബില്ല, മുദ്ദ് വാജിബാണ്. ആർക്ക്? രോഗം കാരണം പ്രയാസപ്പെടുന്നവർ, ആ രോഗം ഇനി മാറൂല എന്ന് ഉറപ്പുള്ളവര്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ നോമ്പ് നിർബന്ധമില്ല. മറിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുത്താൽ മതി. ഒരു മുദ്ദ് എത്രയാകുന്നു? 800 മില്ലി ആണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതാ? നമ്മൾ 4 കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. ഒന്ന് സംയോഗം, മറ്റൊന്ന് ഇന്ദ്രിയം പുറപ്പെടൽ, ഉണ്ടാക്കി ഛർദ്ദിക്കൽ, തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കൽ. അതുപോലെ ഫർള് നോമ്പിന് എപ്പോൾ നിയ്യത്ത് ചെയ്യണം? ഓരോ രാത്രിയിലും ഫജ്റിന് മുമ്പായി നമ്മൾ നിയ്യത്ത് ചെയ്യണം. ഇനി അടുത്തത് 25ാമത്തെ പാഠം, അൽ ഹജ്ജു വൽ ഉംറ. ഹജ്ജും ഉംറയുമാണ് അവസാനത്തെ പാഠം. മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്ത സത്യവിശ്വാസികളില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അവ നിർബന്ധമായിട്ടുള്ളത്. അവ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട്. ഹജ്ജും ഉംറയും വാജിബാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന് മുസ്ലിം ആവണം, മറ്റൊന്ന് സ്വതന്ത്രനാവണം, എന്ന് വെച്ചാൽ അടിമയല്ലാതിരിക്കണം, കഴിവുള്ളവനാവണം. സ്ത്രീകൾക്ക് ഇതിനു പുറമെ 2 ഷർത്തുകൾ കൂടെയുണ്ട്. ഒന്നെന്താണ്? ഇദ്ദയിൽ അല്ലാതിരിക്കണം, അതുപോലെ കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കണം. അപ്പൊ മുസ്ലിം ആവണം, സ്വതന്ത്രനാവണം, കഴിവുള്ളവനാവണം. കഴിവുള്ളവനാവണം എന്ന് പറഞ്ഞാൽ ശാരീരികമായും സാമ്പത്തികപരമായും ഒക്കെ വഴിയാലും മുതലാലും ഒക്കെ കഴിവുണ്ടെങ്കിലേ ഹജ്ജും ഉംറയും ഒക്കെ നിർബന്ധമാവുകയുള്ളൂ. ഇതിനു പുറമെ സ്ത്രീകൾക്കുള്ള 2 ഷർത്തുകൾ: ഒന്ന് ഇദ്ദയിൽ അല്ലാതിരിക്കണം, അപ്പൊ ഇദ്ദയിലായിരിക്കുന്ന സ്ഥിതിയിൽ പോകാൻ പാടില്ല. അതുപോലെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹ്റമോ, മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായവർ, അവരോ അല്ലെങ്കിൽ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുമ്പോൾ ആണ് സ്ത്രീകൾക്ക് പോകാൻ പാടുള്ളൂ. ഇനി ഹജ്ജിന്റെ ഫർളുകൾ ഏതെല്ലാം? ഒന്ന് ഇഹ്റാം ചെയ്യൽ, ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ, അതാണ് ഇഹ്റാം. പിന്നെ അറഫയിൽ ഹാജറാവൽ. എപ്പോഴാണ് അറഫ? ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിന്റെ സമയം. ആ സമയത്തിനിടക്ക് ഏതെങ്കിലും സമയത്ത് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടണം, അറഫയിൽ സംഗമിക്കണം. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യൽ, അറഫയിൽ ഹാജരായ ശേഷമാണ് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യേണ്ടത്. പിന്നെ സഫ മറുവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യൽ, തലയിൽ നിന്ന് മുടി നീക്കൽ, തർത്തീബ്, ഇത് വഴിക്കുവഴിയായി ചെയ്യൽ. അറഫയിൽ ഹാജറാവൽ അല്ലാത്തവ ഉംറക്കും ഫർളുകളാണ്. അപ്പൊ ഹജ്ജും ഉംറ എന്ന് പറയുമ്പോൾ അറഫ അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഉംറക്കും വാജിബാണ്, ഫർളുകളാണ്. ഇനി ഹജ്ജിന്റെ വാജിബാത്തുകൾ എന്തെല്ലാം? മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഓരോന്നിനും ഇഹ്റാം ചെയ്യേണ്ട മീക്കാത്തുകളുണ്ട്, പ്രത്യേക സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ. അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാത്രി താമസിക്കൽ. ജംറകളിൽ കല്ലെറിയൽ, വിദായിന്റെ തവാഫ് ചെയ്യൽ, ഇതൊക്കെ ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. ഇനി ഹജ്ജിന്റെ മീക്കാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, ഖർനു മനാസിൽ, ദാത്തു ഇർക്ക് എന്നിവയാണ്. ഇഹ്റാമിന്റെ കാലം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ്. ഉംറക്ക് നിശ്ചിത കാലമില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറാമായ ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവ പിന്നീട് പഠിക്കാം. അപ്പൊ ഹജ്ജിന് പ്രത്യേക സമയങ്ങളുണ്ട്, ഉംറക്ക് ഒരു പ്രത്യേക സമയവും ഒന്നുമില്ല, ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ, ഹജ്ജിന്റെ ഫർളുകൾ, അതുപോലെ ഹജ്ജിന്റെ വാജിബാത്തുകൾ, മീഖാത്തുകൾ, ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം, ഇഹ്റാം എന്നാൽ എന്താണ്, അറഫയിൽ ഹാജറാവണം എപ്പോൾ, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം എപ്പോൾ, ഉംറയുടെ ഫർളുകൾ ഏവ. ഇതെല്ലാം ഉംറയുടെ ഫർളുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഫർളുകൾ തന്നെയാണ്. അതിൽ അറഫയിൽ നിൽക്കൽ ഒഴിവാക്കിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഉംറയുടെയും ഫർളുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിഖ്ഹിൽ നമുക്ക് പഠിക്കാനുള്ളത്. 25ഓളം പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട്. നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷയ്ക്ക് ഇനിയും ദിവസങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ
ഇനിയും നീട്ടിക്കൊണ്ടുപോകരുത്. വിശാലമായി കുറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.